ടു ബിലീവ്. കാരണം വാട്ട് യു ഡൺ, എവറസ്റ്റ് ഇസ് നോട്ട് സംതിങ് ഇന്ന് തീരുമാനിച്ചു ഓക്കെ നാളെ ഞാനൊന്ന് എവറസ്റ്റ് പോയിട്ട് വരാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരാൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എനിക്കും ചെയ്യാൻ പറ്റും. ഇതൊരു സിമ്പിൾ ഡിസിഷൻ അല്ല. ഇറ്റ്സ് എ വെരി ലൈഫ് ഓർ എന്താ പറയുക സിറ്റുവേഷൻ ആണ്. സോ മോള് നിന്നെ വന്നിട്ട് പറഞ്ഞു, സോ ദർ ഇസ് എ റിയൽ ചാൻസ് യു മേ നോട്ട് കം ബാക്ക്. സോ വൈ ഡോണ്ട് വി ഡു തിങ്സ് ടുഗദർ ഫോർ ദിസ് ലാസ്റ്റ് വൺ. ഒരാൾ ഫോൺ വിളിച്ചാലും ഞാൻ ആൻസർ ചെയ്യില്ല, പാനിക്കൽ. അയാൾ എന്തിനായിരിക്കും വിളിച്ചത്? ഞാനിപ്പോൾ എന്താ പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. മീൻസ് ഭയങ്കര മോശം സ്ഥിതിയിലായി. ഫൈനലി ഐ വെന്റ് ടു എ ഡോക്ടർ. അപ്പം ഓർക്കുന്നുണ്ടോ ആ ഒരു സമയം, ആ ഒരു മൊമെന്റ്സ്? ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ലൈക്ക് കണ്ണിന്നൊക്കെ വെള്ളം വന്നത്. ലൈക്ക് യു ഡോണ്ട് നോ വൈ യു ആർ ക്രൈങ് ബട്ട് യു ആർ ക്രൈങ്. ഐ വാണ്ട് ടു റെക്കോർഡ് എ മെസ്സേജ് ഫോർ മൈ ഹസ്ബൻഡ്, ഫോർ മൈ ഡോട്ടർ. പക്ഷെ എനിക്കിങ്ങനെ കരച്ചിലും വരുന്നു. അപ്പം ആ ഒരു ഇതായിരുന്നു. ബട്ട് ഇറ്റ് വാസ് unbelievable. Now I'm on top of the world. Hello everybody. Today I'm extremely excited to have this guest on my platform. Not because of the achievement she's done, but because she set an example to all of us that if you put your mind into something, there's nothing in this world that can stop you. You can achieve anything you want in this world. She's a wife, she's a mother, she's a banker, she is a baker, and now she's a mountaineer. She is the first woman from Kerala to summit the Mount Everest, and we have Safrina Latif on our show. Thank you so much for coming, Safrina. Thank you. I remember back when I came back from Mount Everest, your message was on my Instagram. Okay, I'll give you a bit of a background of how I met Safrina. So today is another excitement because this is my first video that I'm going to be publishing on my channel. Why? Because നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തമായിട്ടൊരു എവറസ്റ്റ് ഉണ്ടാവും വിച്ച് വി തിങ്ക് ഇസ് സോ ഹാർഡ് ടു അച്ചീവ് ആൻഡ് വി കീപ് പ്രൊക്കാസ്റ്റിനേറ്റിംഗ്. എല്ലാം ശരിയാവട്ടെ, അതിൻ്റെ സമയം വരട്ടെ, സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ 40th ബർത്ത്ഡേൻ്റെ ഒരു കുറച്ച് മുന്നെയാണ് ഐ വാസ് സോ ഇൻസ്പയർഡ് ബൈ പോഡ്കാസ്റ്റ് ആൻഡ് ഐ തോട്ട് ഐ ഷുഡ് സ്റ്റാർട്ട് വൺ ഓഫ് മൈ ഓൺ. അതിപ്പോൾ കഴിഞ്ഞിട്ട് കുറേ കാലമായി ഞാൻ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട്. സോ ആ നിൽക്കുന്ന സമയത്താണ് when I was seeing interviews, I saw your interview and I was so shocked and amazed that she is a Malayali, the first Malayali woman, and she is from Qatar. Yeah. I was so excited. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തത്തിലുള്ള ആരോ ഒന്ന് എവറസ്റ്റ് ഒക്കെ പോയി വന്ന സന്തോഷമായിരുന്നു. I still remember that day. I was cooking with this video on. അപ്പോൾ തന്നെ I'm searching you, and then as I search, I can only see cakes and beautiful cakes on her page, and I didn't see anything about mountains. Yeah. So I was thinking, who is she? Like, where is she? We never came to know about her. So let's hear it from you, Safrina. Who are you? Where were you? Why didn't you come to the limelight in the munne? സോ ഞാൻ ഖത്തറിൽ തന്നെ ആയിരുന്നു. കഴിഞ്ഞ 25 years ആയിട്ട് ഞാൻ ഇവിടെയാണ്. ഇതിന് മുന്നേ സൗദിയിലായിരുന്നു. ലൈക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഫുൾ സൗദിയിൽ. അപ്പം ഗൾഫിൽ തന്നെ വളർന്ന ഒരു കുട്ടിയാണ്. പിന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഇൻട്രാക്ഷൻസ് കുറച്ച് കുറവാണ്. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂള് വീട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സോഷ്യലി അത്ര ആക്റ്റീവ് അല്ല. ഞാൻ കേക്ക്സ് തന്നെ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നത് അവർ നിർബന്ധിച്ച്, ലൈക്ക് നമ്മൾ പങ്കെടുക്കുന്ന കോമ്പറ്റീഷൻസ് ഉണ്ടല്ലോ, അവർ നിർബന്ധിക്കും യു ഹാവ് ടു പോസ്റ്റ് എ ഫോട്ടോ ആൻഡ് യു ഹാവ് ടു ടാഗ് അസ്. അതുകൊണ്ട് മാത്രം എൻ്റെ കേക്ക്സ് അവിടെ ഉള്ളത്. അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് എന്തായാലും ഉണ്ടാവില്ല. സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇസ് ഫൈനാൻസ്. ഞാൻ ഇവിടെ തന്നെയാണ് യൂണിവേഴ്സിറ്റി പഠിച്ചത്. ഖത്തർ യൂണിവേഴ്സിറ്റിയും ഖത്തർ ഫൗണ്ടേഷനിലും ഇവിടെ തന്നെയാണ് പഠിച്ചത്, ഖത്തറിൽ തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വന്നു. പുള്ളി ഇവിടെ ഹമദിൽ സർജനായിട്ട് റെസിഡൻസി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മോൾ ഇവിടെ ഉണ്ട്. ഇപ്പം മോൾക്ക് ഇപ്പോൾ 15 years ഓൾഡായി. അവൾ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. ബേസിക്കലി ഇന്ത്യനെക്കാട്ടി കൂടുതൽ. അപ്പം I always wanted to ask you, everything that you do,
even if it's cake or if it is mountains, I've always noticed that you want that to be the best. Even the competitions that you've attended, ഈ കേക്സിന് വേണ്ടിയിട്ട് അതെന്തായിരുന്നു ലൈക്ക് യു കെയിലൊക്കെ പോയിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട് അത് വൺ ഓഫ് ദ ബെസ്റ്റ് കേക്ക് കോമ്പറ്റീഷൻസ് ആ സമയത്ത് യു കെയിൽ കേക്ക് ഇൻ്റർനാഷണൽ ആയിരുന്നു ലൈക്ക് അപ്പോൾ എനിക്ക് അതിൽ കോമ്പീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഏറ്റവും ബെസ്റ്റിൽ എത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതും എനിക്ക് പെട്ടെന്ന് എത്തണം എന്നാണ് ആഗ്രഹം. അതായത് ഐ റിയലി അഡ്മയർ ദോസ് പീപ്പിൾ ഹൂ എന്താ പറയുക സെൽഫ് ലേൺ ചെയ്ത് ടൈം എടുത്ത് പെർഫെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആക്ച്വലി ഷോർട്ട് കട്ടാണ്. ഞാൻ എപ്പോഴും ഓൾറെഡി പഠിച്ച ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് പോയി പഠിക്കും എന്നിട്ട് പിന്നെ അതങ്ങ് അപ്ലൈ ചെയ്യും. That's hard to believe കാരണം what you've done, Everest is not something ഇന്ന് തീരുമാനിച്ചു ഓക്കെ നാളെ ഞാനൊന്ന് എവറസ്റ്റ് പോയിട്ട് വരാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു എവറസ്റ്റ് എനിക്ക് അറിയേണ്ടത് ഇത് പണ്ടേ ഇങ്ങനെയാണോ? എന്ത് ചെയ്യുമ്പോൾ സ്കൂളിലൊക്കെ ഭയങ്കര പഠിപ്പിച്ചിട്ടല്ലോ ആണ്. അതായത് സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്നുള്ള ഒരു കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി കുറച്ചുണ്ട്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് എൻ്റെ ഒരു ഇതിൽ മൈ അപ്രോച്ച് ഇസ് ദാറ്റ് ഒരാൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എനിക്കും ചെയ്യാൻ പറ്റും. അതിന് നമുക്കിപ്പോൾ ടാലൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അതിന് മനസ്സ് വെച്ച് ഫോർ എക്സാമ്പിൾ നമ്മൾ നാട്ടിൽ വീട്ടിൽ ജോലി എടുക്കാൻ വരുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോൾ കാർപ്പൻറ്റർ ഉണ്ട്, പ്ലംബർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ആ തൊഴിൽ പഠിച്ചിട്ട് വന്ന ആൾക്കാരല്ല. ജീവിതം എന്താ പറയുക ഒരു ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് ഏറ്റെടുത്ത ജോലികളാവാം. അധികം ആളും അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ അവർ അവരുടെ ജോലി നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഇതൊരു ടാലൻറ്റ് കൊണ്ട് വന്നതൊന്നുമല്ലല്ലോ. അവരാ ലൈക്ക് ലൈഫ് സിറ്റുവേഷൻസ് അവർ അങ്ങനെ ആക്കി. അതായത് നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്ത് അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം. ലൈക്ക് എനിക്കിപ്പോൾ മ്യൂസിക് തീരെ അറിയാത്ത ഒരാളാണ്, പക്ഷേ ഇഫ് ഐ വാണ്ട് മനസ്സ് വെച്ചാൽ എനിക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എനിക്ക് മ്യൂസിക് അറിയില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നോക്കുന്നില്ല. നമ്മൾ പലരും നോട്ട് യു നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പോലും പോവാറില്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ദാറ്റ്സ് നോട്ട് ഫോർ മീ എന്ന് വിചാരിച്ചിട്ട് ഓർ യു ഡൗട്ട് അവർ സെൽഫ്. ശരിയാണ്, അല്ലെങ്കിൽ നോട്ട് വി. അപ്പം ശരിയാണ്. ദാറ്റ്സ് വൈ സെറ്റ് തുടക്കത്തിൽ തന്നെ യു സെറ്റ് സച്ച് എ ഗ്രേറ്റ് എക്സാമ്പിൾ ടു ഓൾ ഓഫ് us. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. അപ്പോൾ ഓക്കെ ചെറുപ്പമൊക്കെ ഖത്തറിലാണെന്ന് പറഞ്ഞു. ആൻഡ് ഐവ് ഹേർഡ് ഫ്രം യുവർ ഇൻ്റർവ്യൂസ് കോവിഡിൻ്റെ സമയത്താണ് നിങ്ങൾ ഫിറ്റ്നസ്സിലേക്ക് കുറച്ചും കൂടെ വന്നത്. അപ്പം ഔട്ട് ഓഫ് ഓൾ ദോസ് സ്പോർട്സ് വൈ ഡിഡ് യു തിങ്ക് മൗണ്ടനിയറിംഗ് വാസ് വൺ ഓഫ് യുവർ? അങ്ങനെയൊന്നുമില്ല. ലൈക്ക് നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കുറച്ച് ബക്കറ്റ് ലിസ്റ്റ്. ഇന്ന് ഈ കാര്യം അതായത് നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണണം. അതേപോലെ ഒരു ഇതാണ് ട്രെക്കിങ്. ഒരു മൗണ്ടൻ ട്രെക്കും എന്താ പറയുക ടെൻ്റ് അടിച്ച് അതിൽ താമസിക്കണം. ഇതൊക്കെ പണ്ടേ കല്യാണം കഴിഞ്ഞ മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം നമ്മളെപ്പോഴും ലക്ഷറി ട്രിപ്പ് മാത്രമേ അതായത് ഏറ്റവും നല്ല ഹോട്ടൽസിൽ താമസിക്കും, ബാത്റൂം വൃത്തിയുണ്ടോ അത് അവിടെ പോവുള്ളൂ, അങ്ങനെയുള്ള നിർബന്ധമുള്ള ആൾക്കാരാണല്ലോ. പ്രത്യേകിച്ച് ഇവിടെ വളർന്ന കുട്ടികളാകുമ്പോൾ ഉള്ള പ്രശ്നമാണത്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഒന്നിങ്ങനെ ചെയ്യണം എന്നുണ്ടായിരുന്നു. ആ ഒരു ട്രിപ്പായിരുന്നു കിളിമഞ്ചാരോ. കിളിമഞ്ചാരോ ആക്ച്വലി കോവിഡിന് മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ കോവിഡ് വന്നിട്ട് അത് കുറച്ച് ഡിലേ ആയതാണ്. അപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓട്ടവും ജിമ്മിൽ ജോയിൻ ചെയ്തതും ഒക്കെ ചെയ്തത്. അപ്പോഴാണ് വിചാരിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മൾ കുറച്ച് ഹെൽത്തി ആയല്ലോ, എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ട്രെക്ക് ചെയ്താലോ. കാരണം ബാക്കി ലോകത്ത് എല്ലാവരുടെയും ട്രാവൽ ബാൻ ആയിരുന്നു, ഇവിടെ ട്രാവൽ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അത് എന്താ പറയുക ഒരു കോയിൻസിഡൻസ് മാത്രമാണ് ആ ചെയ്തത്, അല്ലാതെ മൗണ്ടനിയറിങ് ചൂസ് ചെയ്ത് പോയതല്ല. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞാനും ഹസ്ബൻഡും രണ്ടാളും വിചാരിച്ചു ഇത് അടിപൊളിയാണല്ലോ, ഇനി വേറെ അടുത്ത മൗണ്ടൻ ചെയ്യണം എന്നുള്ള പ്ലാൻ വെച്ചിട്ടാണ് കിളിമഞ്ചാരോ നമ്മൾ താഴെ ഇറങ്ങി വന്നത്. അപ്പോൾ നിങ്ങൾ കിളിമഞ്ചാരോ ചെയ്യുമ്പോൾ ഓക്കെ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ അതിന് മുന്നേ ഫിറ്റ്നസ് ഇല്ല, തീരെ ഇല്ല. കോവിഡിൻ്റെ ഫസ്റ്റ് ഇയർ ഒക്കെ നമ്മൾ രണ്ടുപേരും സോഫമിലിരുന്ന് നെറ്റ്ഫ്ലിക്സ് കണ്ട് അതായിരുന്നു പണി. പിന്നെ അത് കണ്ട് കുറേ ബോറടിച്ച് പിന്നെ കുറേ ഫുഡ് ഉണ്ടാക്കൽ, പല ജാപ്പനീസ് കൊറിയൻ ഇതൊക്കെ വാങ്ങി ട്രൈ ചെയ്യൽ. അതും കഴിഞ്ഞ് പിന്നെ അടുത്തെന്തായിരുന്നു ചെയ്തത്, വീട് പെയിൻറ് ചെയ്യൽ. വീടിൻ്റെ എനിക്ക് തോന്നുന്നു നോർമലി എല്ലാവരും ഇതാണ് ചെയ്തത്. ഓക്കെ കുറേ കഷ്ടപ്പാടുള്ള ആൾക്കാരുണ്ട്, പക്ഷേ എന്താ പറയുക എൻ്റെ ലൈഫിൽ ഇതായിരുന്നു കോവിഡ് ടൈം. അപ്പോൾ ഇതിന്നൊക്കെ ഒരു ബ്രേക്കായിട്ടാണ് കിളിമഞ്ചാരോ ഒരു ഗോള് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ച് 6 months നമുക്ക് കിളിമഞ്ചാരോ പോകാമെന്ന് പറഞ്ഞു. ആ 6 months നമ്മൾ കംപ്ലീറ്റ്ലി ട്രെയിൻ ചെയ്യുമായിരുന്നു.
ഞാനും ഹസ്ബൻഡ് പിന്നെ എൻ്റെ ഞങ്ങൾ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും ആസ്പയറിൽ പാർക്കിൽ പോയി 15 കിലോമീറ്റേഴ്സ് നടക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ട്രെയിനിങ്. ജിമ്മിൽ പോയിട്ട് ആദ്യമായിട്ടുള്ള എന്താ പറയുക എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ കിളിമഞ്ചാരോ പോകാൻ ഈ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഗിയേഴ്സ്? അപ്പോൾ കിളിമഞ്ചാരോ നമ്മൾ അന്നേരത്തെ റിസർച്ച് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തതായിരുന്നു. ലൈക്ക് നടത്തം, അതായത് 2 hours നമുക്ക് നിർത്താതെ ഹെവി ബാഗ് വെയിറ്റ് ഇട്ടിട്ട് നടക്കാൻ പറ്റണം. അത് നമ്മൾ ചെയ്തു. അങ്ങനെ അത് ചെയ്തു. പിന്നെ ജിമ്മിൽ പോയിട്ട് കുറച്ച് ലെഗ് എക്സസൈസസ് ചെയ്തു. നമുക്ക് ബേസിക്കലി നമ്മളെ ബാക്ക് ഫുള്ളാണ് സ്ട്രോങ് ആയിരിക്കേണ്ടത്. ഈ അപ്പ് ഹില്ല് നടക്കാൻ നമുക്ക് കോറും ബാക്കും, അതായത് കാവ്സ്, ഹാംസ്ട്രിങ്സ്, ബാക്ക്, പിന്നെ ഈ ബാഗ് ഇടുന്നതുകൊണ്ട് ഷോൾഡർ, ഇങ്ങനെ. അപ്പോൾ ഈ എക്സസൈസസ് ആണ് നമ്മൾ അന്ന് ഫോക്കസ് ചെയ്ത് ഫുൾ മെഷീൻസിലായിരുന്നു ചെയ്തത്. ഫ്രീ വെയ്റ്റ്സ് എടുക്കാനേ നിന്നിട്ടില്ല. കാരണം അതിൽ നമുക്ക് എന്താ പറയുക അറിവുണ്ടായിരുന്നില്ല അതെന്താ ചെയ്യേണ്ടത്. ട്രെയിനർ ഇല്ല, ട്രെയിനർ ഇല്ല. ഇത് നമ്മൾ സ്വന്തം ട്രെയിനിങ് ആയിരുന്നു. നമ്മൾ 4 ആളും കൂടെ ഇരുന്നിട്ട് നമ്മൾ സ്വന്തം ഒരു പ്ലാൻ ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 3 months ആണ് നമ്മൾ ശരിക്കും അങ്ങ് ട്രെയിൻ ചെയ്തത്. അതുവരെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഓടി കാർഡിയോ ഫിറ്റ്നസ് ചെറുതായിട്ട് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. കാരണം മുന്നേ ഒരു 100 മീറ്റർ പോലും ഓടാൻ പറ്റാത്തതാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ 500 മീറ്റർ ആയോ എന്ന് ചോദിക്കും. 100 മീറ്റർ ആയിട്ടൊന്നും ഇല്ല അങ്ങനെ. അപ്പോൾ ഇതാണ് കിളിമഞ്ചാരോ ചെയ്തത്. ഈ കിളിമഞ്ചാരോ ശരിക്കും എത്ര ഡേയ്സ് ഉണ്ട് ഒരു ട്രിപ്പ്? 7 to 9 days ആണ്. അപ്പോൾ ആ 7 to 9 daysന്റെ ഡ്രസ്സ്, ഈറ്റബിൾസ് എല്ലാം നമ്മൾ വെയിറ്റ് ക്യാരി ഇല്ല അതിനെല്ലാം പോട്ടേഴ്സ് ഉണ്ട്. നമ്മളുടെ ബാഗിൽ ആകെ ഉണ്ടാവാൻ വാട്ടറും കുറച്ച് സ്നാക്സും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ ലെയേഴ്സ്. നമുക്ക് ഓക്സിജൻ ഒന്നും വേണ്ട. ഇല്ല കിളിമഞ്ചാരോയിൽ ഓക്സിജൻ ഒന്നുമില്ല. അത് എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ഓക്സിജൻ ഇവർ കൊണ്ടുവരും. നല്ലൊരു, എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാമിലി ട്രെക്കാണ്. ഒരു കുട്ടികളൊക്കെ കൂട്ടി പോകാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള ട്രെക്കാണ്. 5 different വെജിറ്റേഷൻ സോൺസിലൂടെ നമ്മൾ പോകും. എവർഗ്രീൻ ഫോറസ്റ്റ്, റെയിൻ ഫോറസ്റ്റ് മുതൽ ഏറ്റവും മുകളിൽ എന്താ പറയുക സ്നോ, ഐസും സ്നോ ഒക്കെ ഉള്ളത് ഡിഫറെൻറ്റ് റേഞ്ചസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഭംഗിയാണ്. അന്ന് ഞാൻ പോയപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. എൻജോയ് ചെയ്തതിന് നല്ല മീൻസ് ഓക്കെ അച്ചീവ് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ കൊണ്ട് ഇത് പറ്റി എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഈ ഓഗസ്റ്റിൽ വീണ്ടും കിളിമഞ്ചാരോ പോയി. അപ്പോൾ ശരിക്കും ഞാനത് എൻജോയ് ചെയ്ത് നടന്നു. കാരണം ശരീരം ശരിക്കും സ്ട്രോങ് ആണ്, ട്രെക്കിങ്ങിന് പറ്റിയ ഇത് ബിൽഡാണ്. അപ്പം എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഇനിയും പോകാൻ തോന്നുന്നു. അപ്പം ഗുഡ് തിങ് ഇസ് മോള് ഇൻസ്പയർഡ് ആയിട്ട് മോളും ജോയിൻ ചെയ്തു. അതെ, എവറസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തീരെ നടക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളാണ്. നമ്മൾ അധികം ട്രെക്സിനും ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇവള് ചോദിക്കും നടക്കാനുണ്ടോ. സ്കോട്ട്ലാൻഡൊക്കെ പോകുമ്പോൾ അവള് ചോദിച്ചു സ്കോട്ട്ലാൻഡിൽ കുറേ നടക്കാനുണ്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞോ നടക്കാൻ. ഓക്കെ എന്നാൽ നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. അവൾ ഇവിടെ തന്നെ ഇരുന്ന് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് അങ്ങനത്തെ ആളാണ്. അപ്പോൾ അവള് ശരിക്കും കിളിമഞ്ചാരോ ഫുൾ ഈസി ആയിട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾക്ക്. അപ്പോൾ അവളും ഇതേമാതിരി ട്രെയിനിങ്സിനൊക്കെ പോയോ? അവള് സ്കൂളിൽ നിന്ന് ആക്റ്റീവ് ആണ്. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആക്ച്വലി കിളിമഞ്ചാരോ കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആർക്കും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഒരു ട്രെക്കിനും കൂടെ പോയി അർജന്റീന. അതിന് ശേഷമാണ് ആണ്. കാരണം അത് 7000 മീറ്ററിന് അടുത്താണ് അക്കോൺകാഗുവ. അപ്പോൾ കിളിമഞ്ചാരോ 6000 മീറ്ററിൻ്റെ അടുത്ത്, അത് 7000. നമ്മൾ മൗണ്ടൻ ചെയ്യുമ്പം നമ്മളെപ്പോഴും മുകളിലോട്ടേക്കാണ് നോക്കാൻ. ഇനി ചെറിയ മൗണ്ടൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിൽ ഹൈറ്റ്. അപ്പോൾ ഈ ചെയ്തത് 7 സമ്മിറ്റ്സ് എന്ന് പറയും. അതായത് 7 കോണ്ടിനെൻസിലെയും ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ അക്കോൺകാഗുവ സൗത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പോയിന്റ് ആണ്. കിളിമഞ്ചാരോ ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഹയസ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ഈ 7 സമ്മിറ്റ്സിൽ നെക്സ്റ്റ് ഹയസ്റ്റ് എവറസ്റ്റ് ആണ്. അപ്പോൾ അന്നേരം ഇട്ടത് ഇത് ചെയ്യാൻ പറ്റില്ലേ, എവറസ്റ്റിന് ഇതിനേക്കാളും ഒരു 1800 മീറ്റർ കൂടെ ഉള്ളൂ. അന്ന് ശരിക്കും അതൊരു പൊട്ടത്തരാണ് അങ്ങനെയൊക്കെ ആലോചിച്ചത്. പക്ഷെ അതുകൊണ്ടതങ്ങ് ചെയ്ത്. കുറെ അറിവുണ്ടായാൽ ചിലപ്പോൾ നമ്മൾ ചെയ്തെന്ന് വരൂല. അപ്പോൾ കാരണം അക്കോൺകാഗുവയും കിളിമഞ്ചാരോ രണ്ടും ഒരു ട്രെക്കിംഗ് മൗണ്ടൻ ആണ്. അത് ഫുൾ കല്ലും മണ്ണും ഒക്കെയാണ്. എവറസ്റ്റ് അങ്ങനെയല്ല, ഭയങ്കര ഡിഫറെൻ്റ്. ഫുൾ സ്നോവും ഐസും ക്രെവാസസും ഇതൊന്നും അവിടെ ഇല്ല, മറ്റിടത്തില്ല.
അപ്പോൾ അപ്പൊ ഇത് ഏത് ഇയർ ആയിരുന്നു? ഇത് 2021 ജൂലൈയിലാണ് ഞാൻ ഇവിടെ പോയത്, കിളിമഞ്ചാരോ പോയത്. അതിൻ്റെ ഡിസംബറിലാണ് അക്കൺകഗുവ പോയത്. അപ്പൊ രണ്ടും ഒരു കൊല്ലമാണ്. ആണ്. പക്ഷെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് 2025 എവറസ്റ്റ്. എവറസ്റ്റ്. അപ്പം ഡിസംബർ 2021 മുതൽ യു ഹാഡ് ദിസ്, Yes. എനിക്കിത് ചെയ്യണം എന്നുള്ളത്. ആ ഡിസംബറിൽ തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ യു അല്ല, ഇറ്റ്സ് ആക്ച്വലി യു ആൻഡ് ഷെമീൽ ഹസ്ബൻഡ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ട്രെയിൻ ചെയ്തു. പേഴ്സണൽ ട്രെയിനറിനെ ഹയർ ചെയ്തത് എക്സാക്ട്ലി അക്കൗണ്ടൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴാണ്. ആ ജനുവരിയിലാണ് എറിക്കിനെ കാണുന്നത്. 2022 ജനുവരി. 3 years of planning ആണ്. പക്ഷേ ഇത് എനിക്ക് സംതിങ് സീരിയസ്ലി, നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിക്കും ആൻഡ് വെൻ യു നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ടുമോറോ, ചിലപ്പോൾ അത് 2 കൊല്ലം നമ്മൾ പ്ലാൻ ചെയ്യണം. സ്പേസിലൊക്കെ പോകുന്ന മാതിരിയാണല്ലോ. അപ്പം ഹൗ ഡിഡ് യു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഗോൾ? അത് നിങ്ങൾ ഓൾറെഡി ഈ 2022 യു ഹാവ് ടു പേ ഓർ ഫൈൻഡ് എൻ ഏജന്റ് അല്ല? ഇല്ല. നമ്മളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ നമുക്ക് 2023 4 പോവാം എന്നായിരുന്നു. പക്ഷേ 2023 ആയപ്പോഴും ഇത് ഫൈനാൻഷ്യലി ഭയങ്കര ഹെവിയാണ്. നമുക്ക് ആ ഫൈനാൻഷ്യൽ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ ഭയങ്കര കൺസ്ട്രിക്റ്റഡ് ആവണ്ട, നെക്സ്റ്റ് ഇയർ പോവാം. പക്ഷേ 2024 ആയപ്പം ഷെമീലിനൊരു ഇഞ്ചുറി, എന്താ പറയുക, ഫ്രോസൺ ഷോൾഡറും പിന്നെ എന്തൊരു ഇഞ്ചുറിയും കൂടെ ഉണ്ടായിരുന്നു, എൽബോ, വർക്കൗട്ടിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊരു ജാനിലാണ് വന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 6 monthsലേക്കൊന്നും ഹെവി വെയ്റ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2024 മാറി നമ്മൾ 2025 പുഷ് ചെയ്തു. 2025 ആയപ്പോൾ വീണ്ടും ഷെമീലിന് ഇതന്നെ ഒരു കാലിനൊരു ഇഞ്ചുറി വന്നു. ട്രെയിനിങ്ങിന്റെ ഇടയിൽ വരുന്നതാണ്. ഷെമീൽ കുറച്ച് ഓവർ ഡൂ ചെയ്യും ആണ്, ഭയങ്കര മാക്സിമം പുഷ് ചെയ്യും എന്ത് ചെയ്യുമ്പോഴും. സോ ആ ഇഞ്ചുറിയും കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആവാൻ തുടങ്ങി. ഓൾറെഡി ഈ 2 വർഷം പുഷ് ചെയ്തല്ലോ. പിന്നെ നമ്മളെ ബോഡി ഏജ് ചെയ്യുന്നതോറും റിക്കവറി ഒക്കെ സ്ലോവർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്നാ പോയിക്കോട്ടെ പ്ലീസ്. പിന്നെ കുറച്ച് നമ്മൾ ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് എന്നിട്ട് പിന്നെ ഞാൻ പോവാന്ന് തീരുമാനിച്ചു. വേണമെങ്കിൽ ഇതൊരു സിമ്പിൾ ഡിസിഷൻ അല്ല, ഇറ്റ്സ് എ വെരി ലൈഫ് ഓർ എന്താ പറയാ ഡെത്ത് സിറ്റുവേഷൻ ആണ്. സോ how did you convince, did you have to convince Shamil or your family, or Shamil was? No, Shamil was supportive. My family was like, they were all scared because they don't know the reality. And അവരിങ്ങനെ സെർച്ച് ചെയ്യുമ്പം കാണുന്ന ഈ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ഡേഞ്ചറസ് ആണ് എന്നുള്ള ഇതൊക്കെ അല്ലാതെ അവർക്ക് വേറെ ആരുടെ അടുത്തും ഒരു പേഴ്സണൽ ഇത് കിട്ടുന്നില്ലല്ലോ. ലൈക്ക് നമ്മളെ നാട്ടിലൊന്നും ആരും പോയിട്ടില്ല. അപ്പോൾ അവർ ബാക്കി എല്ലാവരും കുറച്ച് പേടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഉപ്പയും ഉമ്മയെല്ലാം ആദ്യം മുതലേ ഡിസ്കറേജ് ആയിരുന്നു. ഓക്കെ അക്കൗണ്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇനി എവറസ്റ്റ് എന്നൊന്നും പറഞ്ഞിട്ട് ആക്കണ്ടേന്ന്, കാരണം ഞാനിത് അന്നേരം പറയുന്നുണ്ട്, ഇനി എവറസ്റ്റ് ഇതോടെ നിർത്തിക്കോന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം അങ്ങനെ ആരുടെ അടുത്തും പറയാൻ നിന്നിട്ടില്ല ഞാൻ എവറസ്റ്റ് പോകുന്നുണ്ട്. കാരണം ആരോട് പറയുമ്പോൾ അവർ ഇതാണ് എന്തിനാ ഇത് ചെയ്തിട്ട് എന്താ കിട്ടണ്ടേ, ലൈക്ക് വാട്ട് ആർ യു ഗെയിനിങ് ഫ്രം ദിസ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ ഡ്രീംസ് നമുക്കല്ലേ. ഭയങ്കര ക്ലോസ് ആയിട്ട് 1-2 പേര് മാത്രമേ. അവര് പോലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പോകേണ്ട ആവശ്യമുണ്ടോ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും. പക്ഷെ ഐ തിങ്ക് ഡീപ് ഡൗൺ അവർക്കൊക്കെ അറിയാം സെഫ്രീൻ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എനിവേ 25 റിഗറസ്ലി സ്റ്റാർട്ടഡ് ട്രെയിനിങ്. അപ്പോൾ എപ്പോഴാണ് ഈ എലീറ്റിന് ഞാൻ ആക്ച്വലി 2024 പോകാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2024 പിന്നെ ഈ ഒരു ഇഞ്ചുറി ഒക്കെ കാരണം അത് ക്യാൻസൽഡ് ആയി. 2025 പോകാൻ ആക്ച്വലി നമ്മൾ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും 50% പേ ചെയ്യാൻ, നെക്സ്റ്റ് ഇയർ പോകാൻ. അപ്പോൾ ആ ഒരു ഒക്ടോബർ നവംബർ ടൈമിൽ കോണ്ടാക്ട് ചെയ്തു, അപ്പോൾ പേ ചെയ്തു. പിന്നെ ബാക്കി പേയ്മെന്റ് പോകുന്നതിന് മുന്നേ ആയിട്ട് $45,000 ആണ് അധികം ഇതും നേപ്പാൾ കമ്പനീസും സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. പിന്നെ വെസ്റ്റേൺ കമ്പനീസ് ഒക്കെ ആകുമ്പോൾ അത് $75,000 to $100,000 ആവും. അത് ബേസിക് പാക്കേജ് ആണ് പറയുന്നത്. ലൈക്ക് അത് ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ ഇന്ത്യൻ 30-40 lakhs ആണോ, 40 ആയിരിക്കും. ഞാൻ പിന്നെ അതിൽ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ വലിയ ടെൻറ്റും ടെൻറ്റിൽ ഇലക്ട്രിസിറ്റി ബേസ് ക്യാമ്പിൽ നമ്മൾ 4 വീക്സ് താമസിക്കും. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി വേണോ, അപ്പോൾ അതിനും കുറച്ച് എക്സ്ട്രാ ചാർജാണ്. ടെൻറ്റ് കുറച്ച് വലുത്, ടെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ടേബിളും ചെയറും വേണം. നോർമൽ ചോദിക്കട്ടെ, ടെന്റിന്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ഇത് ബേസ് ക്യാമ്പിൽ വീട് പോലത്തെ ടെൻറ്റാണ്. ബൈ ചോയ്സ്. അപ്പൊ ആൾക്കാർക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കഫേ ടെന്റ്, ഒരു കോമൺ ടെന്റ് ഉണ്ടാവും, ഒരു ലൗഞ്ച് ടെന്റ് പോലത്തെ. അവിടെ പോയിട്ട് എല്ലാവർക്കും ഇരുന്നിട്ട് ചാർജ് ചെയ്യാം. പക്ഷെ നിങ്ങളെ റൂമിൽ വേണം. എക്സാക്ട്ലി, അത് കുറച്ച് നല്ലോണം എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾക്ക് തന്നെയായിട്ട് ഞാൻ $68,000 ആണ് പേ ചെയ്തത്. അതാണ്. പിന്നെ അത്രയും കുറച്ചും കൂടെ കംഫർട്ട് ആകുമ്പോൾ യു വിൽ ബി മോർ മോട്ടിവേറ്റഡ്. If you can afford it, then why not? അതന്നെ. അപ്പം അഫോർഡ് ചെയ്യേണ്ട സ്റ്റോറി ഒക്കെ ഞാൻ ഈ വേറെ ഇന്റർവ്യൂസ് കേട്ടിട്ടുണ്ട്. ഐ നോ യു ബ്രോട്ട് എ പ്ലോട്ട് ആൻഡ് ദെൻ അത് വിറ്റു. അതിന്റെ ഇത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും പോകാൻ തീരുമാനിച്ചതാണല്ലോ, അത് ഒരാൾ ഒഴിവായല്ലോ. അപ്പൊ ഷെമീലിന്റെ പൈസ അവര് തിരിച്ചു? ഇല്ല, അത് നമ്മൾ പേ ചെയ്തിട്ടില്ല. ഇതിൻ്റെ നമ്മൾ പേ ചെയ്തിട്ടില്ല. രണ്ടാമത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ പേ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കുറച്ച് പഠിച്ചു. എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഏതായാലും ഡിസൈഡ് ചെയ്തു 2025. അപ്പൊ എപ്പോഴാണ് ഈ ബോംബ് നാട്ടിൽ പൊട്ടിക്കണത്? പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ. നാട്ടിലെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്കുപ്പാക്കും എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല. വേറെ ഒരാൾക്ക് ലൈക്ക് എൻ്റെ ഗ്രാൻഡ് മദേഴ്സോ എല്ലാവരും ആൻറ്റീസ് അങ്കിൾസ് ആർക്കും അറിയില്ല. പിന്നെ എൻ്റെ ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, അവർക്ക് മാത്രമേ അറിയുള്ളൂ. സോ ഞാൻ എൻ്റെ ഉപ്പാനും ഉമ്മാനെ വിളിച്ചു പറഞ്ഞ് നിങ്ങളൊന്ന് ഇവിടെ വന്ന് നിൽക്കണം. അതാണ്. ഉമ്മ ഭയങ്കര കുലുമാലായിരുന്നു. ഞാൻ വന്ന് നിൽക്കൊന്നും ചെയ്യില്ല, നീ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ പോവും, പിന്നെ മിന്നെ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും 2 മാസം. പിന്നെ എങ്ങനെയല്ലോ വന്ന് ഇവിടെ നിന്ന്. കാരണം ഞാൻ ഇപ്പൊ തുടക്കത്തിലേ പറഞ്ഞ കാര്യത്തിൽ ഐ എം ഗോയിങ് ബാക്ക്. ഞങ്ങളിതെല്ലാം നോക്കി ചിലപ്പോൾ മോളെ ഗ്രാജുവേഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ മോൾ ഹോസ്റ്റലിലാവുമ്പോഴൊക്കെ പോയാൽ മതി എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കുന്നവരുണ്ടാവും. പക്ഷെ അതല്ല. ഐ തിങ്ക് ഇഫ് യു ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം, ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആണത്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി ഈ നെക്സ്റ്റ് ഇയേഴ്സിലേക്കൊക്കെ മൂവ് ചെയ്യാതെ ഇരുന്നതും ഇങ്ങനൊരു എൻ്റെ മോള് മീൻസ് 10th ആണ്. അപ്പം ആ ഒരു ഇടങ്ങാറൊക്കെ വരും, അപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ 2025 തന്നെ പറ്റുമെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചത്. ബിക്കോസ് നമ്മളില്ലേ വുമൺ ഇത് ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ആണ്. സത്യം. നമ്മളെ ഡ്രീംസ് ഇങ്ങനെ മാറ്റി ഭയങ്കര സെൽഫ്ലെസ് ആണ്. അപ്പൊ അങ്ങനെ ഏതായാലും നാട്ടിൽ പോയി. എന്നിട്ട് നാട്ടിൽ നിന്നാണ് യുവർ പാക്കിംഗ് ആൻഡ് ദെൻ? ഇല്ല, ഇവിടുന്നാ പോയത്. ശരി, ഇവിടുന്ന് തന്നെയാണ് പോകുന്നത്. ആണല്ലേ. അപ്പൊ ഉമ്മ ഇവിടെ ഉമ്മയും ഉപ്പയും ഇവിടെ വന്ന് നിന്ന് 2 months. ആക്ച്വലി ഉപ്പ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. ഉമ്മ ഇവിടെ തന്നെ ഉണ്ട്. So how was your mindset ആ സമയത്ത് when you were packing that uncertain, you're going to a deep uncertainty? ആണ്. എന്താ നടക്കുക? ആക്ച്വലി അതിന്റെ ലാസ്റ്റ് ഈ ഇവരുടെ അടുത്ത് പറഞ്ഞൊക്കെ ഈ ലാസ്റ്റ് വീക്കിലാണ് അതിന്റെ ശരിക്കും ഹിറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഞാൻ എന്തിനാ സൈനപ്പ് ചെയ്തത് എന്നുള്ളത്. അതായത് മോള് മിന്ന വന്നിട്ട് പറഞ്ഞു, സോ ദർ ഈസ് എ റിയൽ ചാൻസ് യു മേ നോട്ട് കം ബാക്ക്. സോ വൈ ഡോണ്ട് വി ഡു തിങ്സ് ടുഗദർ ഫോർ ദിസ് ലാസ്റ്റ് 1 week. അപ്പം നമ്മൾ ആ ഒരു ലാസ്റ്റ് വീക്ക് നമ്മൾ ബേക്ക് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഈ കേക്കിൻ്റെ ഈ ഫിഗറിൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഞാൻ ആദ്യമായിട്ട് അവൾക്ക് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഒന്നിച്ച്. ആദ്യമായിട്ടാണ് ആ പോകുന്ന സമയത്ത് ഒന്നിച്ചിങ്ങനെ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ദേ ഓൾസോ സെൻഡ് യുവർ ഫോം ഫ്രം ദ എക്സ്പെഡിഷൻ, ഇത് ആസ്കിങ് വാട്ട് ടു ഡു വിത്ത് യുവർ ബോഡി. അപ്പോ അതന്നെ അത് ആക്ച്വലി ഇങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും ചോദിക്കും. പിന്നെ ഞാൻ കാഠ്മണ്ഡുവിലെത്തി. ഷെമീലും കാഠ്മണ്ഡു വരെ വന്നിട്ടുണ്ടായിരുന്നു. ഷെമീൽ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഷെമീലെടുത്ത് എന്നെയും കൂടെ തിരിച്ചു കൂട്ടുന്നു. ഇതൊരു അതന്നെ, നിങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ. അത് അന്നേരം ഒരു സെൽഫ് ഡൗട്ട് ഉണ്ട്. ആ സമയത്താണ് ശരിക്കും അത് ഹിറ്റ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ഒരു എയിം വെച്ച് അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് ഈ ഡേഞ്ചറും ഇതൊന്നും നമ്മൾ അന്നേരം ആലോചിക്കുന്നില്ല. ശരിക്കും അതിന് ഫേസ് ടു ഫേസ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. സഫ്രീനാന്റെ മനസ്സിലുണ്ടായിരുന്ന പിക്ചർ
കിളിമഞ്ചാരോ അപ്പൊ ഓക്കെ അതിനും കാട്ടി ഒരു 1000 കൂടെ ഓക്കെ ശരി. അല്ല പക്ഷെ എവറസ്റ്റിന്റെ റിയാലിറ്റീസ് അപ്പോഴേക്കും മനസ്സിലായിന്. മറ്റേ ഗോള് സ്റ്റാർട്ട് ചെയ്തപ്പോ അതറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ. ഞാൻ പിന്നെ കുറെ ഐസ് മൗണ്ട് ഇങ്ങനെ എൽബ്രസ് പിന്നെ കസാക്കിസ്ഥാൻ അങ്ങനെയൊക്കെ പോയി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ റിയാലിറ്റി അറിയാം. പക്ഷെ എന്നാലും അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് അറിയണമെങ്കിൽ അത് ശരിക്കും ചെയ്യണം. ഫേസ് ടു ഫേസ് ആ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഓക്കെ. അപ്പൊ ഈ പോയ രണ്ട് സ്നോ ഓക്കെ യു യൂസ്ഡ് ടു സ്നോ ബൈ ദെൻ. ഓക്കെ. ഞാൻ ട്രെയിൻ ചെയ്തിട്ടാണ്. അതിലൊക്കെ ഷെമീലും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എല്ലാ മൗണ്ടൻസിനും ഷെമീൽ ഉണ്ടായിരുന്നു. ഈ ഒരു എവറസ്റ്റ് മാത്രമേ ഷെമീൽ ഇല്ലാത്തുള്ളൂ. ഓക്കെ. അങ്ങനെ ഏതായാലും പാക്ക് ചെയ്ത് രണ്ടുപേരും കാഠ്മണ്ഡു പോയി. കാഠ്മണ്ഡുന്ന് സോ ഹി ഡ്രോപ്സ് യു ദേർ ആൻഡ് ദെൻ ഹി ഒരു ദിവസം വി സ്റ്റേഡ് ദേർ, വി ഡിഡ് അവർ ഷോപ്പിംഗ്. കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എവറസ്റ്റിന് ആവശ്യമുള്ള. അപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് എന്നിട്ട് പിന്നെ അന്ന് രാത്രി ഷെമീൽ തിരിച്ചു വന്നു. അപ്പം ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, അതായത് യു ഹാവ് ടു ലെയർ യുവർ സെൽഫ് ഫ്രം ദ ബേസ് ലെയർ ടു ദി ടോപ്പ് ലെയർ. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ഖത്തറിനെ വാങ്ങിച്ച് വെച്ചിരുന്നായിരുന്നു. ഞാൻ നമ്മൾ കുറേ ചെയ്തത് കാരണം ഓൾറെഡി നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇനി ആകെ എക്സ്ട്രാ വാങ്ങിക്കാനുണ്ടായിരുന്നത് സമ്മിറ്റ് സ്യൂട്ടാണ്, ഡൗൺ സ്യൂട്ട്, അതായത് ഫുൾ കവർ ചെയ്യുന്നൊരു സ്യൂട്ട് ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ അവിടുന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ലെയേഴ്സും ഓൾറെഡി കയ്യിലുണ്ട്. അപ്പോൾ കാരണം ഞാൻ കുറേ ഇതേപോലെ സ്നോ മൗണ്ടൻസും പിന്നെ അക്കോൺകോഗുയും കിളിമഞ്ചാരോ ഒക്കെ എന്താണെങ്കിലും തണുപ്പാണ്, സ്നോ ഇല്ലാന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ലെയേഴ്സ് ഒക്കെ ഓൾറെഡി ലാസ്റ്റത്തെ ഒരു ഓൾട്ടിറ്റ്യൂഡ് കഴിഞ്ഞാൽ ഒരു 7000 മുകളിലോട്ടാണ് അത് ഇടുന്നത്. അപ്പം ഈ ഒരു ഡ്യൂറേഷൻ ദാറ്റ് യു പ്ലാൻ അല്ല, നോർമൽ പ്രോസസ് ഇസ് അറൗണ്ട് 45 to 55 days. Yeah, 55. അപ്പോൾ ഈ ഇതിൽ അവർ നമുക്ക് പറഞ്ഞുതരോ ഇങ്ങനെ പ്ലാൻ ആണ്, ഫസ്റ്റത്തെ 2 weeks ഇന്നത് ചെയ്യും, പിന്നെ എങ്ങനെ? അത് ഐറ്റിനറി ഒക്കെ ആദ്യം തന്നെ സെറ്റാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെതർ അനുസരിച്ചായിരിക്കും നമ്മൾ മുകളിലോട്ട് പോകുന്നതും. ബേസ് ക്യാമ്പ് വരെ എല്ലാവരും സെയിം ഇതാണ്. ഈ ബേസ് ക്യാമ്പ് ട്രെക്ക് ഐ തിങ്ക് ടേക്സ് അറൗണ്ട് 2 weeks. 7 days. 7 days. 7 days. നോർമലി നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യുമ്പം അത് 14 days ആണ്. ബിക്കോസ് അവർ പോയി തിരിച്ചു നടക്കും. നമ്മൾ 7 days അവിടെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു നടക്കുന്നില്ല. അതുകൊണ്ടാണ് 7 days. അപ്പോൾ അവിടെ എത്തി, എന്നിട്ട് ഈ ബേസ് ക്യാമ്പിൽ യു സ്റ്റേയിങ് ഇൻ ദിസ് ടെന്റ്. എന്നിട്ട് അപ്പോൾ അവിടുത്തെ ഹൗ വാസ് എ ഡേ ലൈക്ക്? അവിടുന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് എവറസ്റ്റിന്റെ മുകളിലോട്ടേക്കും അതിന്റെ സൈഡിലുള്ള മൗണ്ടൻസിലേക്കൊക്കെ നമ്മൾ പോകും. നമ്മൾ അവിടെ വെറുതെ ഇരിക്കില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും ആയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ടാവും. ഒന്നിക്ക ഐസ് ക്ലൈംബിങ് ട്രെയിനിങ് തരും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് പുമോരി എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടൻ സൈഡിലുണ്ട്, അതിൻ്റെ ഹൈക്ക് ക്യാമ്പ് വരെ പോകും. അതായത് കുറച്ചൊരു ഓൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ തിരിച്ചു വന്ന് കിടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലോണം ഉറങ്ങാൻ പറ്റും. ലൈക്ക് ഒരു ഓൾട്ടിറ്റ്യൂഡ് ഹിറ്റ് ചെയ്ത് താഴോട്ടേക്ക് ലൈക്ക് എന്താ പറയുക, ക്ലൈംബ് ഹൈ സ്ലീപ്പ് ലോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടിയിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അതിലുള്ള ഫുഡും പ്രോട്ടീനും സപ്ലിമെന്റ്സും ഇതൊക്കെ അവർ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹെൽത്തി. ഫുഡൊക്കെ അവർ തരും. സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും ആവശ്യമുള്ളത്. ഓക്കെ. അപ്പോൾ അവിടുന്ന് യു ഡിഡ്ന്റ് ഹാവ് എനി particular issues like അസുഖമൊന്നും വന്നിട്ടില്ല? ഡയറിയ എല്ലാവർക്കും ഏകദേശം പിടിച്ചു. ഈ ബേസ് ക്യാമ്പ് ട്രെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഷെയറിങ് ടീ ഹൗസസിലാണ് നിൽക്കുന്നത്. അതായത് ഒരു കോമൺ ടോയ്ലറ്റ് ആയിരിക്കും ഫുൾ ടീ ഹൗസിന്. അപ്പോൾ കുറേ അസുഖമുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ നമുക്കൊക്കെ അസുഖം പിടിക്കും. അത്രേ ഉണ്ട്. You made good friends base camp? Yeah. ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്റർനാഷണൽ ക്രൗഡ്? എൻ്റെ ടീമിലെല്ലാവരും ഒരു 5 ആള് US നിന്നായിരുന്നു. അവരെല്ലാവരും അവിടെ മൗണ്ടൻസ് നിന്നാണ്, കൊളറാഡോ ഏരിയ എന്നാണ്. പിന്നെ ഒരു റഷ്യൻ ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പോളിഷ് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രാൻസ്. അങ്ങനെ ഇറ്റ് വാസ് പിന്നെ ഒരു നേപ്പാളിൽ നിന്നുള്ള ആക്ട്രസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നിങ്ങൾ മാത്രം? ഇന്ത്യൻ ഞാൻ മാത്രം. പക്ഷേ വേറെ ഉള്ള കുറേ ഏജൻസീസിൽ വേറെ കുറേ അത് വേറെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങൾ ഈ പ്രാക്ടീസിന് പോകുമ്പോൾ കാണും? നമ്മൾ സ്പെസിഫിക് ആയിട്ട്, അതായത് ക്രൗഡ് ഒഴിവാക്കും ഇവർ. നമ്മൾ ഹെൽത്ത് വൈസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇവർ ക്രൗഡ്സ് ഒഴിവാക്കും. ഓക്കെ. അപ്പം അങ്ങനെ വന്നു, ഈ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. Then when did you start the actual summit?
അപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നമ്മൾ ഫസ്റ്റ് എത്തും. അവിടെ ഒരു 1 വീക്ക് നിൽക്കും. ഈ പറയുന്ന ഈ ട്രെയിനിങ്ങും അത് ഇതൊക്കെ ചെയ്യും. എന്നിട്ട് അവർ വെതർ ഓക്കെ ആണെങ്കിൽ ക്യാമ്പ് 1 പോകും. ക്യാമ്പ് 1 എന്ന് പറയുമ്പോൾ 6000 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുംബു ഐസ് ഫോൾ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ലാഡർ ക്രോസിങ്ങും ക്രവാസ് ക്രോസിംഗ് ഒക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഈ കുംബു ഐസ് ഫോളിലാണ്. അപ്പോൾ ഈ ഐസ് ഫോൾ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു 8 to 10 hours എടുക്കും. എന്നിട്ട് വേണം നമ്മൾ ക്യാമ്പ് 1 എത്താൻ. ബേസ് ക്യാമ്പ് അപ്പോൾ ക്യാമ്പ് 1 മാതിരിയല്ല. അല്ലല്ല, ബേസ് ക്യാമ്പ് ശരിക്കും പറഞ്ഞാൽ മണ്ണും ഇതൊക്കെയാണ്, റോക്കൊക്കെയാണ്. ഇതിന്റെ മുകളിലോട്ട് ഫുള്ള് സ്നോ ഐസുമാണ്. ശരി. ബേസ് ക്യാമ്പിൽ വെറും സ്നോയി ഡേയ്സിൽ മാത്രം കുറച്ച് സ്നോ ഉണ്ടാവും, അല്ലാതെ. പക്ഷെ ആക്ച്വലി നമ്മൾ അടിയിൽ ഐസാ. അതായത് നമ്മൾ ടെൻ്റൊക്കെ നിൽക്കുന്നത് ഐസിന്റെ മുകളിലാണ്. പക്ഷെ അതിന്റെ മുകളിൽ ഫുള്ള് റോക്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഐസ് കാണില്ല. പക്ഷെ ഈ രാത്രി ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ തണുപ്പിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ അടിച്ചു കയറും. കാരണം ഐസിന്റെ മുകളിലാണല്ലോ നമ്മൾ കിടക്കുന്നത്. ആകെ സണ്ണ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ സൺലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടെടുക്കും എന്നല്ലാതെ അധികം ബേസ് ക്യാമ്പ് എത്തിയാൽ മുതൽ -10 അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ക്യാമ്പ് 1 എത്തി, പിന്നെ അവിടെ കുംബു ഐസ് ഫോളിലേക്ക് കുംബു ഐസ് ഫോളിൽ ക്രോസ് ചെയ്ത് ക്യാമ്പ് 1 എത്തി. ക്യാമ്പ് 1 6000 മീറ്ററിലാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ദിവസം കിടന്നുറങ്ങി. അടുത്ത ദിവസം ക്യാമ്പ് 2 പോകും. ക്യാമ്പ് 2 നമ്മൾ ഒരു ദിവസം കിടന്നുറങ്ങും. എന്നിട്ട് അടുത്ത ദിവസം ക്യാമ്പ് 3 പോകും. ക്യാമ്പ് 3 നിൽക്കൂല, അത് 7000 മീറ്റർ ആണ്. അവിടെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അധികം സ്റ്റേ ചെയ്യില്ല. കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്നതോറും നമ്മളെ മസിൽസ് ബ്രേക്ക് ഡൗൺ ആയി തുടങ്ങും. അപ്പോൾ അവർ നമ്മൾ സ്റ്റേ ചെയ്യാൻ വിടില്ല. ജസ്റ്റ് ഒരു മണിക്കൂർ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങും. അപ്പോൾ 3 പോയി 2 തിരിച്ചിറങ്ങും. 2 അന്ന് രാത്രി കിടന്നുറങ്ങി അടുത്ത ദിവസം ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചിറങ്ങും. അല്ല, ഇത് ഒരു അക്ലമറ്റൈസേഷൻ ഇതാണ്, അതായത് റൊട്ടേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവർ നമ്മൾ അവിടം വരെ കൊണ്ടുപോയി നമ്മൾ ആ ബോഡി 7000 മീറ്ററിനോട് അക്ലമറ്റൈസ് ചെയ്ത് തിരിച്ച് നമ്മൾ ബേസ് ക്യാമ്പിൽ വരും. എന്നിട്ട് ഇനി നമ്മൾ സമ്മിറ്റ് വരെ പോകാൻ വെതർ കറക്റ്റ് ആണോ, അതായത് സമ്മിറ്റിലെ വെതറാണ് ഇവർ നോക്കുന്നത്. സമ്മിറ്റിലെ വെതർ മോശമാണെങ്കിൽ അങ്ങോട്ട് പോയാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇവർ അതിന് വെയിറ്റ് ചെയ്യും. നമ്മൾ ആ സമയത്തൊക്കെ ബേസ് ക്യാമ്പിലായിരിക്കും. അതായത് 2 വീക്സ് എടുക്കാം, 3 വീക്സ് എടുക്കാം. നമ്മൾ ബേസ് ക്യാമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഈ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ട്രെയിനിങ്ങിന് പോവേ, വെറുതെ ഇരിക്കില്ല. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞ് വന്ന് പിന്നുള്ളത് നെക്സ്റ്റ് വെതർ വിൻഡോ എപ്പോഴാണ് ശരിയാവുന്നത്? ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെതർ ശരിയാവുകയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ തിരിച്ചു പോകും. ഇത് നമ്മൾ തിരിച്ചു വന്ന് എനിക്കൊന്ന് നമ്മൾ May 2 4 അങ്ങനെ തിരിച്ചു വന്നത്. പിന്നെ എൻ്റെ ഇത് May 18 സമ്മിറ്റ്. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നെയാണ് നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് വിട്ടത്, May 14. അതായത് 10 days നമ്മൾ. അപ്പോൾ 4 തിരിച്ചെത്തി. 10 days ഞാൻ ബേസ് ക്യാമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോയി മുകളിലോട്ട്. 14 നമ്മൾ നേരെ ക്യാമ്പ് 2 നടന്ന്, അടുത്ത ദിവസം ക്യാമ്പ് 3 നടന്ന്, അടുത്ത ദിവസം ക്യാമ്പ് 4 പോയി. 4 അന്ന് തന്നെ രാത്രി സമ്മിറ്റിലേക്ക്. അപ്പം ലെറ്റ്സ് ബ്രേക്ക് ദിസ് ഡൗൺ. അപ്പം ബേസ് ക്യാമ്പ് ടു ക്യാമ്പ് 1 ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ എത്ര മണിക്കൂർ നിങ്ങൾ നടന്നുണ്ട്? അപ്പോഴേക്കും ഐസ് ഫോൾ ആണ്. അതൊരു 10 to 12 hours. 12 hours ഓഫ് വാക്കിംഗ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ടാമത് സമ്മിറ്റിന് പോകുമ്പോൾ നമ്മൾ അവിടെ ക്യാമ്പ് 1 ഇല്ല, നമ്മൾ ഡയറക്റ്റ്ലി ക്യാമ്പ് 2 പോകാൻ. ഓക്കെ, അപ്പോൾ ഒരു 12 to 14 hours. നമ്മൾ രാത്രി 12 മണിക്കാണ് നടക്കാൻ തുടങ്ങാൻ ബേസ് ക്യാമ്പിൽ നിന്ന്. എന്നിട്ട് ഒരു ഉച്ചയല്ല, എനിക്ക് തോന്നുന്നു ഒരു 11 or 12 നമ്മൾ ക്യാമ്പ് 2 എത്തി. ഓൾമോസ്റ്റ് 14 hours. ഫസ്റ്റത്തെ ടൈം പോകുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം നമ്മൾ ആ ഓൾട്ടിറ്റ്യൂഡ് ആദ്യമായിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലോ ആയിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. അതായത് നമ്മൾ അതാണ് കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ച് ബേസ് ക്യാമ്പ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, കാരണം നമ്മളെ ബോഡി ഷുഡ് നോട്ട് ബി ഇൻ ദോസ് എലിവേഷൻസ് വൈൽ യു വെയിറ്റ്. 6000 നമ്മൾ നിൽക്കാൻ പാടില്ല. അവിടെയൊക്കെ നമ്മളെ മസിൽസ് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. 7000 പിന്നെ അതിൻ്റെ മുകളിലോട്ട് പിന്നെ ലൈഫ് അത്ര സസ്റ്റൈനബിൾ അല്ല. അതുകൊണ്ട് അവിടെ അധികം നിന്നാൽ അത് നമ്മളെ വീക്കർ ആക്കും. അതുകൊണ്ടാണ് അവർ നമ്മളെ ഓക്കെ. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ആണ്. എല്ലാവരും എന്താ വിചാരിക്കും, നേരെ എങ്ങനെ പോവാണ്. അപ്പം ഐ നോ ഫ്രം യുവർ വീഡിയോസ് സെഫ്രീനൊക്കെ ഭയങ്കര ഫോബിയ ഉണ്ടായിരുന്നു.
പാലം bridges ഭയങ്കര phobia ആണ്. heights. So how did you manage that? ആക്ച്വലി ആ ഫോബിയ ഒന്നും പോയിട്ടില്ല, പക്ഷേ ഐ തിങ്ക് എന്താ പറയുക, വെൻ യു ഗോൾ ഇസ് ബിഗർ ദാൻ യുവർ ഫിയേഴ്സ്. ഇപ്പോൾ ഫിയറൊക്കെ ഒരു ബാക്ക് സ്റ്റേജ്, ഇത്രയും വലിയൊരു ഗോൾ ഉണ്ടാകുമ്പം ഐ തിങ്ക് നമ്മൾ അതിൻ്റെ മുകളിലായിരിക്കും ഫോക്കസ്. അതായത് ഫിയറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോക്കസ് പോവുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് അൺബിലീവബിൾ. കാരണം എനിക്ക് അത്രയും ഭയങ്കര ഫോബിയാണ്. പാലം കിടക്കാന്ന് പറഞ്ഞാൽ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ. ചില ഇമേജസിലും വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിലുള്ള റോക്സ് അല്ല, ഐസ് ബ്ലോക്സ് 2 to 3 സ്റ്റോറീസ് ഹൈറ്റിലാണ് ഐസ് ബ്ലോക്സ്. എന്നിട്ട് നിങ്ങൾ ലാഡർ വെച്ചിട്ട് ഒരു 90 ഡിഗ്രീസ് കേറുന്നു, അതും ബാക്കിൽ വെയിറ്റ് അതുകൊണ്ട്. എന്നിട്ട് പിന്നെ എന്നിട്ട് അതിന്റെ ബാക്കിൽ അത് താഴോട്ട് ഇറങ്ങണം, എന്നിട്ട് വീണ്ടും അടുത്ത ഐസ് ബ്ലോക്ക് കയറണം, താഴോട്ട് ഇറങ്ങണം. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോലല്ല. ഈ ഷെർപ്പ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനൊരു $7,000 to $15,000 എക്സ്ട്രാ ഡോളേഴ്സ് കൊടുക്കണം ഓരോ ഷെർപ്പാസിനെ ചൂസ് ചെയ്യുന്നതിന്. അത് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ എക്സ്ട്രാ പേ ചെയ്തതിന് എനിക്ക് ഏറ്റവും നല്ല ഷെർപ്പാസിനെ തന്നിട്ടുണ്ട്. അപ്പം ഷെർപ്പ നമ്മളെ ലാഡറൊക്കെ കയറുമ്പം നമ്മളെ ഫ്രണ്ട് തന്നെ മേലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഷെർപ്പ എപ്പോഴും അവരാണ് മുന്നിൽ നടക്കാൻ. കാരണം നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നത് സേഫ് ആയിട്ടുള്ള സ്ഥലത്താണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗൈഡ്സ് നമ്മളെ മുന്നിൽ നടക്കും. അപ്പം എല്ലാവർക്കും ഒരു ഗൈഡ് ഉണ്ടാവും. ഓക്കെ, അവർ കാല് വെക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളടുത്ത് കാല് വെക്കാൻ പറയും. നമ്മൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. കാരണം കവേർഡ് ആയിട്ടുള്ള ക്രെവാസസ് ഉണ്ടാവും, വലിയ ഹോള്. അതിൽ വീണാൽ കുറച്ച് ഇടങ്ങാറാണ് തിരിച്ചു കയറാൻ. അതായത് നമ്മളങ്ങനെ ഫുൾ താഴോട്ടേക്ക് വീഴൂല. ബിക്കോസ് ഒരു ഫിക്സ്ഡ് റോപ്പ് ഉണ്ട്. ആ റോപ്പിൻ്റെ മുകളിലോട്ട് നമ്മളൊരു ഹാർനസും കാരബിനറും വെച്ച് നമ്മളിങ്ങനെ ടൈഡാണ്. അപ്പോൾ വീണാലും താഴോട്ട് വീഴില്ല അൺലെസ് നമ്മളെ കാരബിനർ തുറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അങ്ങനെയാണോ? ഇപ്പോൾ ഈ ഫോർ വ്യൂവേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്, ക്രെവാസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു സ്പ്ലിറ്റ് മാതിരി അല്ലേ, ഈ ഇതിൻ്റെ ഇടയിലുള്ള ഒരു വിടവ് മാതിരി. അല്ല, വിടവാണ്, പക്ഷെ അത് ലൈക്ക് ബോട്ടം ഇല്ല. ഇനിയിപ്പോൾ ഐസും സ്നോ ഒക്കെ വീണിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഇതുണ്ടാവും, എന്താ പറയാ, ഒരു ബ്ലോക്ക് ഉണ്ടാവും എന്നല്ലാതെ ആക്ച്വലി ബോട്ടംലെസ് ആയിട്ടുള്ള. അപ്പോൾ ആൾക്കാർ ചില ഡെപ്തും ആൾക്കാർ റെസ്ക്യൂ ഇതൊക്കെ കാണുന്നത് ഇത് പൊട്ടിപ്പോയിട്ടാണോ അത് താഴേക്ക് വീണു? അതായത് എൻ്റെ കാരബിനേഴ്സ് ഓട്ടോമാറ്റിക് ലോക്കാണ്. ചില ആൾക്കാരുടെ കാരബിനർ ഓട്ടോമാറ്റിക് ലോക്ക് അല്ല, അവർ കൈയോട് തന്നെ അത് ലോക്ക് ചെയ്യണം. അപ്പോൾ ചില ഏരിയാസിൽ നമ്മൾ വിചാരിക്കും ഇത് സേഫ് ആണല്ലോ, അപ്പോൾ അവർ ലോക്ക് ചെയ്യില്ല. കാരണം ഈ റോപ്സ് ഇങ്ങനെ ഒരു ആണി വെച്ച് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ആണി എത്തുമ്പോൾ നമ്മൾ ഈ കാരബിനർ ഊരി അടുത്ത ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് അവരധികം ഇത് ചെയ്യൂല, ലോക്ക് ചെയ്യൂല. അവർ ജസ്റ്റ് ഇങ്ങനെ കാരബിനർ അവിടെ ഇടും, നടക്കും. ആക്സിഡന്റ് പറ്റിയാലാണ് പ്രശ്നം. ഇങ്ങനെ ആരുടെങ്കിലും കാല് ഇങ്ങനെ ക്രെവാസിലെങ്ങാനും വീണു പോയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം വരാൻ. അപ്പം ഈ ഒരു റോപ്പ് ഫുൾ ടൈം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് സ്ട്രോങ് ഇനഫ് ആണോ നിങ്ങളെ ബോഡി വെയിറ്റും നിങ്ങൾ വീഴുമ്പോ ഒക്കെ നിങ്ങളെ ഹോൾഡ് ചെയ്യാനൊക്കെ? സോ ഐസ് ഫോൾ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവര് ഗവൺമെൻറ് തന്നെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്ലൈംബറിൻ്റെ അടുത്തുനിന്നും $750 ഐസ് ഫോൾ ഡോക്ടേഴ്സിന് പേ ചെയ്യാനുണ്ട്. അത് നമ്മൾ ടീം പേ ചെയ്യും, നമ്മുടെ ഈ ഫീസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഐസ് ഫോൾ ഡോക്ടേഴ്സിൻ്റെ ജോബ് എന്താണെന്ന് പറഞ്ഞാൽ സീസൺ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഈ ഫിക്സ് ചെയ്ത റോപ്സ് ഒക്കെ എല്ലാ ദിവസവും 2 times അവർ പോയി നോക്കും, എല്ലാം ഫിക്സ്ഡ് ആണോ, ഇപ്പോഴും റൂട്ട്സ് സേഫ് ആണോ എന്നുള്ളത്. അത് സബ്മിറ്റ് വരെ ഉണ്ട്. അപ്പോൾ അത് ആണ് അവരുടെ ജോബ്. അപ്പം ബേസിക്കലി ഇറ്റ് ഈസ് സേഫ്. ഓക്കെ, കാരണം ഇത്രയും ആൾക്കാർക്ക് ഐ റിമെമ്പർ ഒരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പോയ സമയത്ത് തന്നെ അറൗണ്ട് 400 ക്ലയൻസ്. എന്നിട്ട് പിന്നെ അവരുടെ ഗൈഡ്സും വേറെ. അപ്പൊ അത്രയും ആൾക്കാർ ഇവരെല്ലാം ഈ ഒരു റോപ്പിന്റെ മുകളിലാണ്. അതാണ് അത്രയും സ്ട്രെങ്ത് അതിന് വേണമല്ലോ. അപ്പൊ അങ്ങനെ സമ്മിറ്റിലേക്ക്, അപ്പം ക്യാമ്പ് 3 കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യോ? നമ്മൾ ഇല്ല, ബേസ് ക്യാമ്പിന്ന് നമ്മൾ ഓക്കെ വെതർ വിൻഡോ ശരിയായി വിചാരിക്കും. അപ്പോൾ 12 o'clock രാത്രി നമ്മൾ എല്ലാം ഇതൊക്കെ കിടക്കയും ഇതൊക്കെ എടുത്തിട്ട് പോവും മുകളിലോട്ടേക്ക്. നേരെ ക്യാമ്പ് 2-ൽ പോവും. അവിടെ ഒരു നൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം ഏർലി മോർണിംഗ് ക്യാമ്പ് 3-ലേക്ക് പോവും. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ഓക്സിജൻ യൂസ് ചെയ്ത് തുടങ്ങാൻ.
പിന്നെ ഇവിടെ മുതൽ നമ്മൾ സമ്മിറ്റ് സൂട്ട് ഇടും, ആ ഫുൾ സൂട്ടിലാണ് ഉണ്ടാവാൻ. ഇതും കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്നതും ഒക്കെ ഓക്സിജൻ വെച്ചിട്ടാണ്, ഈ സൂട്ട് ഇട്ടിട്ട് തന്നെയാണ്. ഇനി നമ്മളൊന്നും ചേഞ്ച് ഒന്നും ചെയ്യില്ല, ഡ്രസ്സും ഇതൊന്നും ചേഞ്ച്. അപ്പം ക്യാമ്പ് 3 എത്തി, അത് 7000 മീറ്റേഴ്സിലാണ്. ക്യാമ്പ് 3 to ക്യാമ്പ് 4 അടുത്ത ദിവസം ഏർലി മോർണിംഗ് പോകും. അപ്പോൾ 5 o'clock വിട്ടെന്ന് വിചാരിക്കുക, ക്യാമ്പ് 4 ഒരു 1 o'clock 2 o'clock ഉച്ചയാകുമ്പോഴേക്കും എത്തും. അവിടെ ക്യാമ്പ് 4 എത്തിക്കഴിഞ്ഞാൽ ഇവർ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. ക്യാമ്പ് 4 ഉറങ്ങുന്നത് ഡേഞ്ചറാണ്, ഡെത്ത് സോൺ. ഓക്കെ, കാരണം ചില ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേറ്റുന്ന് വരില്ല. നമ്മൾ ക്യാമ്പ് 4 എത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും. അവർ പറയും ഇന്ന് രാത്രി 7 PM നമ്മൾ ഇവിടുന്ന് സമ്മിറ്റിലേക്ക് പോകുന്നത്. സോ യു ക്യാൻ റെസ്റ്റ് ഫോർ കഴിക്കുക, ടോയ്ലറ്റ്, ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ, എന്നിട്ട് ജസ്റ്റ് റെസ്റ്റ് ചെയ്യും. സോ ബേസിക്കലി നമ്മൾ അന്ന് 5 o'clock മോർണിംഗിന് സ്റ്റാർട്ട് ചെയ്ത ട്രെക്കാണ്. ഞാൻ എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി 1 PM 1:30 അങ്ങനെയാണ് ക്യാമ്പ് 4 എത്തിയത്. ക്യാമ്പ് 4 രാത്രി 7 PM വീണ്ടും നടക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ 10:30 സമ്മിറ്റിലെത്തുന്നത്. അപ്പോൾ അത്രയും ഉറങ്ങാതെ ഫുൾ ചെയ്യും. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ ഭയങ്കര ടയേർഡാണ്. പക്ഷേ സമ്മിറ്റിലേക്ക് പോകുന്നത് നമ്മൾ ഇത്രയും നാളും വർക്ക് ചെയ്തത് ഇതിനാണല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമുക്ക് ശരിക്കും അതങ്ങോട്ട് മനസ്സിലാവൂല. ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ രാത്രിയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം രാത്രി നിങ്ങൾക്ക് ഒരു ടോർച്ച് ഉണ്ടാവും, ഹെഡ് ലാമ്പ്. സാധാരണ നമ്മളൊരു മലയൊക്കെ കയറുമ്പോൾ അതാണ് ടോപ്പ് ഇത് കാണുന്നില്ലല്ലോ, ഫുൾ ഡാർക്ക് അല്ലേ? കാണും. നമ്മളെ മുന്നിലുള്ള ലൈനിലുള്ള ആൾക്കാരുടെ ഹെഡ് ലാമ്പ്സ് മുകളിൽ വരെ, ആകാശം വരെ ഉണ്ടാവും അത്. കാരണം എല്ലാം ഇങ്ങനെ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ആകാശം വരെ ലൈറ്റ് ഒരു ലൈനായിട്ട് ഇങ്ങനെ പോകും. ശരിക്കും ആലോചിക്കും ഇതിപ്പോ എന്നെ കൊണ്ട് പറ്റുമോ? അതെ, അത് പറഞ്ഞപ്പോഴാണ് ഡിഡ് യു എവർ ഫീൽ അറ്റ് എനി പോയിന്റ് ഞാൻ എന്തിനാ ഇവിടെ വന്നേ, കഴിയുന്നില്ല, ഞാൻ പോട്ടേന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ബേസ് ക്യാമ്പിൽ എത്തി, നമ്മൾ ഫുൾ പംപ്ഡപ്പ് ആയിരുന്നു. ബേസ് ക്യാമ്പ് നിന്നിട്ട് അവർ ട്രെയിനിങ്ങിൻ്റെ ഇതിന് ഒരു ദിവസം നമ്മൾ കുംഭു ഐസ് ഫോൾ വരെ കൊണ്ടുപോയി, ഐസിൽ ക്ലൈംബ് ചെയ്യാൻ ഇതാക്കാൻ വേണ്ടിയിട്ട്. കുംഭു ഐസ് ഫോളിൽ പോയിട്ട് നമ്മൾ അധികം സ്ഥലത്തും കുംഭു വരെ ഒരു 2 മണിക്കൂർ നടന്നിട്ട് അതിൻ്റെ ഉള്ളോട്ട് എത്തുമ്പം ഷൂസിൻ്റെ മുകളിൽ ക്രാംപോൺസ് ഫിറ്റ് ചെയ്യണം. ക്രാംപോൺ പോയിന്റ്, ആ സ്പൈക്സ് പോലുള്ള സാധനം. കാരണം ഇനി അങ്ങോട്ട് ഐസാണ്. അപ്പോൾ യു ഹാവ് ടു ഹാവ് ദ ക്രാംപോൺസ്. അപ്പോൾ ക്രാംപോൺ പോയിന്റിലെത്തി. ഇനി ഫുൾ ഈ ബിൽഡിംഗ് സൈസിലുള്ള ഐസ് ഉണ്ടല്ലോ, അതാണ്. അവിടെ എത്തിയപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാനിക് അറ്റാക്ക് വന്നു. ആദ്യമായിട്ടാണ് ഈ ബിൽഡിംഗ് സൈസിലുള്ള ഈ ഐസിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് ഞാൻ ശരിക്കും കാണുന്നത്. മറ്റേത് ബേസ് ക്യാമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് കാണുന്നതെന്നല്ലാതെ അതിന് താഴെ പോയി നിന്ന് ഈ ഒരു ഫിക്സ്ഡ് റോപ്പിൽ ഇങ്ങനെ മുകളിലോട്ട് കയറണം എന്നൊക്കെ കാണുമ്പം, അതും ഇങ്ങനെ 90 ഡിഗ്രി വാളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര പേടിയായി. ഞാനിത് സർവൈവ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായി. ആ സമയത്ത് ശരിക്കും ഉറപ്പായി ഞാനിനി തിരിച്ച് വീട്ടിലെത്തലുണ്ടാവില്ല. അപ്പം പാനിക് അറ്റാക്ക് വന്ന് കാലനങ്ങുന്നില്ല. ബാക്കി എൻ്റെ ടീമിലുള്ള എല്ലാവരും പോയി, ഞാൻ മാത്രം അവിടെ ബാക്കിൽ നിന്ന്. ഈ സ്നോയില് എൻ്റെ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു ജസ്റ്റ് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു പോകണം, ഇപ്പം തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് എന്നെ കൂട്ടിയിട്ട് ഗൈഡ് ബേസ് ക്യാമ്പിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഷമീലിനെ അപ്പം തന്നെ ഫോൺ ചെയ്തു. ബേസ് ക്യാമ്പിൽ നമുക്ക് കണക്ഷൻ ഉള്ളൂ. അപ്പോൾ ഫോൺ ചെയ്ത് ഷമീലിൻ്റെ അടുത്ത് ഫുൾ കരച്ചിലായിരുന്നു. എന്നെ തിരിച്ചു കൂട്ടും, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, തിരിച്ചു കൂട്ടും, എനിക്ക് മരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. സോ ഷമീൽ പറഞ്ഞു, ലുക്ക് നീ ട്രൈ ചെയ്തോ? പറഞ്ഞില്ല, ട്രൈ ചെയ്തിട്ടില്ല. എന്തിനാ ട്രൈ ചെയ്യുന്നത്? ഞാൻ എന്തായാലും സമ്മിറ്റിൽ എത്തൂല, വെറുതെ എന്തിനാ എഫേർട്ട് ഇടുന്നത്? മീൻസ് ആ ഒരു ടൈമിൽ ഇതൊക്കെയാണ് നടക്കൂല. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്താൽ മരിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഷമീൽ പറഞ്ഞു, ലുക്ക് നാളെ നീ ഇതിന്ന് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഫുൾ ജീവിതകാലം മുഴുവൻ എനിക്ക് റിഗ്രറ്റ് ആയിരിക്കും. ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നീ ഒന്നും കൂടെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് സേഫ് എല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നോ, ആരും നിർബന്ധിക്കുന്നില്ല, കുഴപ്പമില്ല. പക്ഷേ ചെയ്യാതെ നീ തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സ്റ്റേൺ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അടുത്ത ദിവസം ഞാൻ പോയി. എൻ്റെ കൂടെ വീണ്ടും ഗൈഡ് വന്ന്
എന്നെ മാത്രം അതായത് നമ്മളെ ടീം അത്രയും ഇതാണ് ലൈക്ക് അവർ എന്നെയും കൊണ്ട് മാത്രം വീണ്ടും കുംഭുവിലേക്ക് പോയി. അന്ന് ഞാൻ ചെയ്ത് ഇതിൻ്റെ മുകളിലൊക്കെ എത്തി കുറേ കുംഭുവിൽ ഒരു ഹാഫ് വേ നടന്ന് തിരിച്ചു വന്ന്. അപ്പോൾ ശരിക്കും ഭയങ്കര എന്താ ആണ്. അപ്പോൾ എന്നെ മനസ്സിലുറപ്പിച്ച് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തായാലും മേലെ വരെ എത്താൻ പറ്റും. അതിനുശേഷം പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ തലേ ദിവസം മീൻസ് ഞാൻ തിരിച്ചു വന്ന ദിവസം ഉണ്ടല്ലോ, എൻ്റെ ടീം പോയല്ലോ, അവർ പോയി ഐസ് ഫോൾ, അവർ കുറേ ലൈക്ക് ഹാഫ് വേ ത്രൂ പോയപ്പോഴേക്കും അവരുടെ സൈഡിലുള്ള ഐസൊക്കെ പൊട്ടി വീഴാൻ തുടങ്ങി. ആവലാഞ്ചായി, ഐസ് ഫോൾ ആയി. അവരൊക്കെ തിരിഞ്ഞ് ഓടുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോവില്ലായിരുന്നു. ആ ഒരു ഡേഞ്ചറും കൂടെ കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. അതന്നെ, എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ സമ്മിറ്റ്, talk about the summit. അന്ന് ഭയങ്കര ട്രാഫിക് ആണ്, ഭയങ്കര ആളായത്. നമ്മൾ സമ്മിറ്റ് വിൻഡോ ആകെ 2 days ഉണ്ടായിരുന്നുള്ളൂ. 18th 19th മാത്രമേ ഗുഡ് വെതർ ഉള്ളൂ എന്നാണ് നമ്മളെ ടീം പറഞ്ഞത്. സോ ഈ 18th തന്നെ എല്ലാവരും പോയി. കാരണം നമ്മൾ എല്ലാവരും 4th മുതൽ ബേസ് ക്യാമ്പിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അക്ലമറ്റൈസേഷനും കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ 7,000 വരെ പോയി തിരിച്ചു വന്നല്ലോ, ആ അക്ലമറ്റൈസേഷനും കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും 18th തന്നെ സബ്മിറ്റ് ചെയ്യണം. വളരെ കുറച്ച് പേരെ 19th സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 18th ഭയങ്കര തിരക്കായി. ക്യാമ്പ് 3 മുതലേ ഇങ്ങനെ തന്നെയാണ്, നമ്മളിങ്ങനെ നിന്നിട്ടാണ് പോകുന്നത്. സബ്മിറ്റ് വരെ നമ്മളുടെ ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ആർമീൻ്റെ ഒരു വലിയ ടീമുണ്ട്. 27-30 ക്ലയൻസ് ഉള്ള ടീമുണ്ട്. അവരാണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത്. അപ്പോൾ അവർ നമ്മളൊക്കെ നോർമലി 7 PM ക്യാമ്പ് 4 സ്റ്റാർട്ട് ചെയ്യാൻ. അവർ 5 PM ക്യാമ്പ് 4 സ്റ്റാർട്ട് ചെയ്തു. ഇവരാണെങ്കിൽ സമ്മിറ്റിലെത്തിയപ്പം 3 AM 3 ആ ഒരു ടൈം. അതായത് സമ്മിറ്റിൽ ഇപ്പോഴും ഇരുടാണ്, സൺറൈസ് ആയിട്ടില്ല. അപ്പോൾ ഇവരെന്താ ചെയ്തു, സൺറൈസിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ അത് ആക്ച്വലി ബാക്കി എല്ലാവരും എഫക്റ്റ് ചെയ്തു. കാരണം നമ്മളൊക്കെ ഈ ലൈൻ അവർ പോയി തിരിച്ചു വരുമ്പോഴേ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ലൈക്ക് വി കനോട്ട് ഓൾ ഗോ ടുഗെദർ. എല്ലാവരും ഈ റോപ്പിൽ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇവർ തിരിച്ചിറങ്ങി തുടങ്ങിയത് സൺറൈസ് ആയപ്പോഴാണ്. നമ്മൾ അതുവരെ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വന്നു. എൻ്റെ ടീമിൽ തന്നെ ഉള്ള ആൾക്ക് 5-6 വിരൽ ടോസ് മുറിച്ചളയുണ്ടായിരുന്നു. അങ്ങനെ എന്തോ വന്നോ? എനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് കുറച്ച് 3 ഫിംഗർ ടിപ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ കംപ്ലീറ്റ്ലി ഹീലായി. ജസ്റ്റ് തൊടുമ്പം വേദന, നെർവ് എൻഡിങ്സ് ഡാമേജ്ഡ് ആണ്. സോ ഇപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടുന്നത് തന്നെ വേദന, ലൈക്ക് എന്താ പറയുക, സൂചി എടുത്ത് കുത്തുന്ന പോലത്തെ ഒരു വേദന ഫുൾ. അല്ല, സബ്മിറ്റ് ചെയ്തോണ്ട് പിന്നെ ഇതൊന്നും ഓക്കെയാണ്. ജസ്റ്റ് സ്മോൾ കോസ്റ്റ് അത്രയാണ്. അപ്പോൾ അങ്ങനെ അവര് ഇന്ത്യൻ ആർമി തിരിച്ചിറങ്ങുമ്പോഴാണ് പിന്നെ നമ്മൾക്കൊക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ റോപ്പിന്റെ ഒരു സൈഡിൽ മറ്റേ സൈഡിൽ ഇറങ്ങുന്നത് സെയിം റോപ്പിൽ തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഒരാളിങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ മാറ്റി കൊടുക്കണം. അല്ല, നമ്മൾ കൈ റോപ്പിൽ പിടിക്കില്ല. നമ്മൾ കാരബിനർ, നമ്മളുടെ ഇവിടുന്ന് ഒരു റോപ്പ്, നമ്മൾ ഹാർനസ് ഒരു റോപ്പ് ഉണ്ടാവും. ആ റോപ്പിന്റെ അറ്റത്ത് ഒരു കാരബിനർ ഉണ്ടാവും. ആ കാരബിനർ ആണ് ഈ ഫിക്സ്ഡ് റോപ്പ് മേലെ ഫിക്സ് ആയിട്ടുള്ളത്. നമ്മൾ നോർമലി നടക്കും, പക്ഷെ ഈ റോപ്പും ഇതും ആണ് ഈ കാരബിനർ ഊരി ഇങ്ങനെ നീക്കി വെക്കണം. അപ്പൊ നമ്മൾ മുകളിലോട്ട് കയറുന്ന ആൾക്കാര് ഒന്ന് നമ്മൾ ഈ ഓരോ ഫിക്സ്ഡ് ആണീൻ്റെ അവിടെ എത്തുമ്പോൾ അത് മാറ്റി അപ്പുറത്ത് ഇടണം. ഓക്കെ. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ മുകളിലോട്ട് പോകുന്ന ആൾക്കാർ റോപ്പുമെന്ന് വിടൂല. താഴോട്ട് വരുന്ന ആൾക്കാരാണ് അവരുടെ കാരബിനർ ഊരി, ഇപ്പം നമ്മൾ ഒരാളിവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അവർ ഊരിയിട്ട് നമ്മളുടെ ഇതിൻ്റെ ഇപ്പുറം വന്നിട്ട് ഫിക്സ് ചെയ്യണം. അതാണ് റൂൾ. താഴോട്ട് ഇറങ്ങുന്ന ആളാണ് എപ്പോഴും കാരബിനർ റിമൂവ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവർ അങ്ങനെ വരാൻ തുടങ്ങി. ഈ എവറസ്റ്റ് സമ്മിറ്റിൻ്റെ അടുത്തോട്ട് മുകളിലോട്ട് നാരോ റിഡ്ജാണ്, ഒരാൾക്കേ നടക്കാൻ പറ്റുള്ളൂ. മുകളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് അവിടുന്ന് ആൾക്കാർ വന്ന് ഇങ്ങോട്ട് മീൻസ് ഒരു ചെറിയൊരു ഏരിയ ഉള്ള അടുത്ത് എത്തിയാൽ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ രാവിലെ 10:30 ആയത് എത്താൻ. അപ്പോൾ ഷെർപ്പ മുന്നിലുണ്ട്, എൻ്റെ മുന്നിൽ തന്നെ, തൊട്ട് മുന്നിൽ തന്നെ. എല്ലാവരുടെയും ഗൈഡ്സ് അവരുടെ മുന്നിലുണ്ടാവും.
അപ്പം ഓർക്കുന്നുണ്ടോ ആ ഒരു സമയം, ആ ഒരു മൊമെന്റ് അതിന്റെ മേലെ കയറി നൗ ഐ എം ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ് എന്നുള്ള? ഉണ്ട്. പക്ഷേ ലൈക്ക് ഇപ്പം ആക്ച്വലി കുറേ മറന്നു തുടങ്ങി. പക്ഷെ ഡിഡ് യു ഫീൽ ദാറ്റ് എക്സൈറ്റ്മെന്റ് അറ്റ് ദാറ്റ് പോയിന്റ്? ഞാൻ ഇതിന്റെ മേലെ ഞാൻ എത്തിയായിട്ട് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ലൈക്ക് കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ലൈക്ക് യു ഡോണ്ട് നോ വൈ യു ആർ ക്രൈങ് ബട്ട് യു ആർ ക്രൈങ്. ഐ വാണ്ട് ടു റെക്കോർഡ് എ മെസ്സേജ് ഫോർ മൈ ഹസ്ബൻഡ്, ഫോർ മൈ ഡോട്ടർ, പക്ഷെ എനിക്കിങ്ങനെ കരച്ചിലും വരുന്നു. അപ്പോൾ ആ ഒരു ഇതായിരുന്നു ലൈക്ക്, ബട്ട് ഇറ്റ് വാസ് അൺബിലീവബിൾ. ഞാൻ കേട്ടിട്ടുണ്ട് കേറുന്നതിലും വീണ്ടും ടെൻഷൻ ഇറങ്ങുന്നതിൽ ഇറങ്ങുമ്പോഴാണ് എല്ലാവർക്കും ആക്സിഡൻസ് അധികം പറ്റാനുള്ള ചാൻസ്. സോ യു ആർ നോട്ട് ഡൺ യെറ്റ്. നോ, ആ സബ്മിറ്റ് ആയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞാലും നോട്ട് ഡൺ. അപ്പം ഞാൻ സബ്മിറ്റിലെത്തി. ആക്ച്വലി എല്ലാവരും 5 to 10 minutes സബ്മിറ്റിൽ നിൽക്കാൻ, ഞാൻ 45 minutes നിന്നു. ബിക്കോസ് ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് എത്തിയത് അന്ന്. എൻ്റെ റീസൺ എന്തായിരുന്നു പറഞ്ഞാൽ ഇതാ, ഇടയിൽ എൻ്റെ ഓക്സിജൻ ടാങ്ക് മാറ്റേണ്ടി വന്നു. സോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ടിലെത്തി. പിന്നെ ഞാൻ പിന്നെ ഈ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ആൾക്കാർ തിരിച്ചിറങ്ങുന്ന ക്രൗഡ് ഉണ്ടല്ലോ, അതിൽ കുടുങ്ങിയിട്ട് ഞാനൊരു 1/2 hour 20 minutesോളം സബ്മിറ്റിൻ്റെ അടുത്തൊരു ബോഡി ഉണ്ട്, പഴയൊരു ബോഡി, അതായത് 2019 മരിച്ച, ഇതേപോലെ ട്രാഫിക്കിൽ നിന്നിട്ട് മരിച്ച ഒരാൾ, ഓക്സിജൻ എക്സോസ്റ്റ് ആയിട്ട് മരിച്ച ആൾ. അപ്പോൾ അയാളുടെ ബോഡീൻ്റെ സൈഡിൽ ഒരു 20 minutesോളം ഞാൻ നിന്നു. കാരണം ഈ ആൾക്കാരൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. സബ്മിറ്റിൽ 45 minutes നിന്ന് തിരിച്ചു വരുമ്പം ഞാൻ 45 minutes അവിടെ നിന്നതല്ല പ്രശ്നം. ഞാൻ അവിടെ നിന്നപ്പം ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റി. അത് മറന്നുപോയി ഓക്സിജൻ മാസ്ക് തിരിച്ചു വെക്കാൻ. ചെറുപ്പൊന്നും പറഞ്ഞില്ല. ആള് ഫുൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ലൈക്ക് അവര് നേപ്പാൾ ഫ്ലാഗ് മേടിച്ചിട്ടും. അല്ല, നമ്മൾ ഈ ഹൈറ്റിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എയർ ഇല്ലാണ്ടൊന്നുമില്ല. നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ അത് സാധാരണ എയർ ആണ്, അതിൽ ഓക്സിജൻ കണ്ടന്റ് കുറവാണ്. അതന്നെ, അതായത് ഓക്സിജൻ കണ്ടന്റ് കുറയുന്നതുകൊണ്ട് നമ്മൾ ലങ്സിലും ബ്രെയിനും എല്ലാം എഫക്ട് ചെയ്യാൻ തുടങ്ങും. ആണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കണ്ണട ഊരി. അതന്നെ ശരിക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഗവൺമെന്റ് നമ്മളെ സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇല്ലാത്ത ഫോട്ടോ വേണം, കണ്ണടയും ഓക്സിജൻ മാസ്കും ഇല്ലാത്ത ഫോട്ടോ. തിരിച്ചു വെച്ചിട്ടില്ല, മറന്നുപോയി. അങ്ങനെ 45 minutes കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ അടുത്താണ് ഈ ഡെഡ് ബോഡി ഉള്ളത്. അത് സമ്മിറ്റിന്റെ കുറച്ച് മുന്നേ ഒരു 50 meters. അവിടുത്തെ ഡെഡ് ബോഡീസ് വരുമ്പം പഴയതാണെങ്കിൽ പോലും they will look intact. Still fresh. പക്ഷേ അയാളുടെ മുഖമൊന്നും അങ്ങനെ കാണുന്നില്ല. അയാൾ ഇപ്പോഴും ഗ്ലേഷ്യർ ഗ്ലാസസ് ഒക്കെ ഇട്ടിട്ടാണുള്ളത്. പക്ഷെ ബോഡി അതേപോലെ ഉണ്ട്. ഈ ബോഡീനെ പറ്റിയിട്ട് പറഞ്ഞപ്പം ഈ ഞാൻ സഫ്രീനാനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഐ വാസ് വാച്ചിങ് എ ലോട്ട് ഓഫ് വീഡിയോസ്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് ദിവസം പോയി സബ്മിറ്റ് ചെയ്തൊരു പെൺകുട്ടി, ഐ തിങ്ക് നെയിം നെക്സ്റ്റ് ഡേ. അപ്പോൾ ഈ കുട്ടീൻ്റെ സ്റ്റോറി ഒരു പാരനോർമൽ സ്റ്റോറി ഞാൻ കേട്ടു. ഷി വാസ് ഫ്രം ക്യാമ്പ് 3 ക്യാമ്പ് 4 പോകുന്ന വഴിക്ക് ഭയങ്കര ടയർഡായി, ഓക്സിജനൊക്കെ വേണ്ടി, ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ടയർഡായിട്ട് ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു. ഇയാൾ വെരി ഫ്രഷ് ഫേസ്, ഓക്സിജൻ മാസ്ക് ഇല്ലാതെ. മൂപ്പര് ചോദിച്ചത്ര ഇവളുടെ അടുത്ത്, നീ മേലേക്ക് പോയിക്കോ, ബട്ട് യു ഷുഡ് ബി ഷുവർ ദാറ്റ് യു ഹാവ് ദി തിങ് ടു കം ബാക്ക്, അങ്ങനെയാണെങ്കിൽ മാത്രം പോയാൽ മതി. ആൻഡ് ഷീ ഹാഡ് ദാറ്റ് കോൺവെർസേഷൻ. ഷീ റിമെമ്പേഴ്സ് സബ്മിറ്റ് കഴിഞ്ഞ് താഴെ വന്ന് കഴിഞ്ഞപ്പോൾ അറിയണത്ര അപ്പൊ അത് ഭയങ്കര ഇതല്ല. എനിക്കിപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര, കാരണം ഷീ ഡിഡ്ന്റ് ഹാവ് ടു മേക്ക് അപ്പ് ദാറ്റ് സ്റ്റോറി. ഷീ ഡിഡ് നോട്ട് നോ ആള് മരിച്ചു എന്നുള്ള കഥ അറിയില്ല. അങ്ങനത്തെ വല്ല പാരനോർമൽ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ഇങ്ങനെ തേർഡ് മാൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് മൗണ്ടൻസിൽ നോർമലി ഉള്ളതാണ്. അത് ഈ ഓക്സിജൻ കുറവാകുമ്പോഴും വരുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ വായിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനത്തതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിത് തന്നെ സബ്മിറ്റ് കഴിഞ്ഞ് വരും. എനിക്ക് ആക്ച്വലി ക്യാമ്പ് 3 മുകളിലോട്ടേക്കൊക്കെ പോകുമ്പം ക്യാമ്പ് 3 വരെ പോകുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് ക്യാമ്പ് 3 പോകുമ്പോൾ ഇങ്ങനെ ഓക്സിജൻ യൂസ് ചെയ്യൂല ആ സമയത്ത്. ഞാനിങ്ങനെ ഗൈഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു, അവിടെ എന്തിനാ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുള്ളത്. ലൈക്ക് എനിക്ക് ശരിക്കും അവിടെ ഇങ്ങനെ സോൾഡിയേഴ്സും ഒരു ചെക്ക് പോസ്റ്റും. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഗൈഡ് പറഞ്ഞു, ഓക്കെ നൗ വി ക്യാൻ സ്റ്റോപ്പ്, വി ക്യാൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞു.
ഉപ്പയ്ക്ക് ആ മനസ്സിലായി. അതന്നെ. ഇപ്പൊ സബ്മിറ്റ് കഴിഞ്ഞപ്പം ഇതേപോലെ ഞാൻ ഈ 45 മിനിറ്റ്സ് ഇങ്ങനെ നിന്നത് കാരണം തിരിച്ച് ഇറങ്ങുമ്പം ഭയങ്കര സ്പ്ലാഷ് ഓഫ് കളേഴ്സ് ആയിരുന്നു. ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി വൈറ്റ് ആണ്, പക്ഷെ ഞാൻ ഫുൾ സ്പ്ലാഷ് ഓഫ് കളേഴ്സും പിന്നെ ഭയങ്കര ഡിസി ആയിരുന്നു ഈ ഒരു ഇത്. അപ്പോൾ ഈ ഒരു നാരോ റിഡ്ജിലൂടെ നമ്മൾ നടക്കേണ്ടത്. ഫസ്റ്റ് സമ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആദ്യം ഒരു നാരോ റിഡ്ജാണ്. അപ്പോൾ ഈ റിഡ്ജിൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു ഭാഗത്ത് നേപ്പാൾ, ഒരു ഭാഗത്ത് ചൈന. ഉരി വീണാല് വീണ് പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല, ഭയങ്കര വേദന, അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ടെൻറ്റിന്ന് അയ്യോ ആരെങ്കിലും എനിബഡി ഔട്ട്സൈഡ് പ്ലീസ് കം പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഈ ആരോ ഇതുപോലെ ലോഡ്സ്, ഞങ്ങളുടെ ടീമിൽ ഒരാൾ ലോഡ്സും കൂടെ ചെയ്ത് അടുത്ത ഒരു മൗണ്ടനും കൂടെ ചെയ്തിട്ട് ഇറങ്ങി വരുന്ന ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവര് ആണ് കേട്ടിട്ട് വന്ന് നോക്കിയത്. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ആ ടെന്റിൽ ഞങ്ങൾ ഒറ്റക്കാണല്ലോ, കാരണം ബാക്കി എൻ്റെ ടീംമേറ്റ്സ് ഒക്കെ താഴോട്ടേക്ക് പോയി. അപ്പൊ എപ്പോഴാണ് ഷെമീലിന് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഐ ഡിഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്? അത് ക്യാമ്പ് ഷെമീൽ ഓൾറെഡി എൻ്റെ ഗാർമിൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഷെമീലിന് എനിക്ക് തോന്നുന്നു നമ്മളുടെ എക്സ്പെഡിഷൻ ഓർഗനൈസർ അവർ അപ്പോൾ മുകളിലെത്തിയാൽ ഇവർ വാക്കി ടോക്കിയിൽ താഴോട്ടേക്ക് മെസ്സേജ് കൊടുക്കും ഷീ സബ്മിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇവരെ അറിയിക്കും. നമ്മളെ എക്സ്പെഡിഷൻ, അതായത് ആ ഗ്രൂപ്പ് നമ്മളെ വീട്ടിൽ അറിയിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ലെറ്റ്സ് കം ടു ദാറ്റ്. നമുക്ക് ഷെമീലിനെ ഇതിലേക്ക് വിളിക്കണം. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഓക്കെ, അങ്ങനെ ഇത് കഴിഞ്ഞു, ബ്ലൈൻഡ്നെസ് വന്നു. ഐ തിങ്ക് ദേ ടുക്ക് യു ടു നേപ്പാൾ ക്യാമ്പ് 2. ഈ സ്നോ ബ്ലൈൻഡ്നെസ്സും പിന്നെ അതുകൊണ്ട് എനിക്ക് താഴോട്ടേക്ക് ഇനി പിന്നെ തീരെ കണ്ണ് കാണുന്നില്ല. അപ്പം ഹെലികോപ്റ്ററിൽ തിരിച്ച് ലുക്ലേൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് ഹെലികോപ്റ്ററിൽ കാഠ്മണ്ഡുവിലേക്ക്. ആ സമയത്താണ് ഐ എം സെൻഡിങ് യു എ മെസ്സേജ്. അപ്പൊ എനിക്ക് നിങ്ങൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആണ്. അപ്പൊ ഞാൻ എന്റെ വട്ടിന് ഞാൻ മെസ്സേജ് അയച്ചു. എന്നിട്ട് ഐ എം സോ പ്രൗഡ് ഓഫ് യു, ഇങ്ങനെ ചെയ്തു, ഞാനും ഖത്തറിലാണ്, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ മെസ്സേജിന് മറുപടി ഒന്നും അയക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ ഞാൻ വിചാരിക്കാം ഓഫ് കോഴ്സ് എത്ര പേര് മെസ്സേജ് അയക്കുന്നുണ്ടാവും. പിന്നെ ഞാനൊരു ഫോട്ടോ കാണുന്നത് ദാറ്റ് യു ആർ ഓൺ ദി ഹോസ്പിറ്റൽ ബെഡ് ആൻഡ് ദെൻ കണ്ണൊക്കെ ഇതായിട്ട് ഞാൻ വിചാരിച്ചു പാവം. അപ്പോൾ ഇല്ല, ആക്ച്വലി ഞാൻ എൻ്റെ ഫോൺ കാണുന്നത് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്, കാരണം തീരെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്തൊക്കെ ആയാലും ഞങ്ങൾ ഇതിൻ്റെ കാരണം ഇപ്പോഴും ചില ആൾക്കാർക്ക് ഒരു മിത്തുണ്ടോ, പൈസക്കാരുണ്ടെങ്കിൽ അവർ ഹെലികോപ്റ്ററിൽ പോയി അതിന്റെ മേലെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരും, അങ്ങനെയൊക്കെ കുറച്ച് കമന്റ്സ് ഒക്കെ ആൾക്കാർക്ക് കേൾക്കാറുണ്ട്. നോബഡി ടേക്സ്. അത് കഴിഞ്ഞ 2023 ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിന് പോയപ്പം അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ 2 പേര് ബേസ് ക്യാമ്പിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ക്യാമ്പിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. എന്താ അവർ കളവ് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഒരു 2 ഇൻഫ്ലുവൻസേഴ്സാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ അക്ലമറ്റൈസ്ഡ് ആണ്, വേറെ മൗണ്ടൻ കയറിയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ഹെലികോപ്റ്ററിൽ ഇവിടെ ബേസ് ക്യാമ്പ് കൊണ്ട് ഇറക്കണം. ബേസ് ക്യാമ്പ് കൊണ്ട് ഇറക്കി 1 മണിക്കൂറിനുള്ളിൽ അവർ മരിച്ചു. ഇതാണ് റിയാലിറ്റി. അങ്ങനെ ആർക്കും പൈസ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇല്ല, പറ്റില്ല. അതെ, അത് എല്ലാവരും അറിയേണ്ട ഒരു സംഗതി. അത് കാരണം ഇറ്റ്സ് നോട്ട് എൻ ഈസി ഗെയിം. നമുക്കൊന്നും പറയാനും പറ്റില്ല. അവിടുന്ന് നമ്മൾ ആർക്കും നമ്മളുടെ ലൈഫ് ഗ്യാരണ്ടി ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റൂല. ഇല്ല. ഒരു ഇന്റർവ്യൂവിൽ സഫ്രീന പറഞ്ഞിട്ടുണ്ട്, മൗണ്ടനിൽ ഇപ്പൊ നമ്മൾ പൈസക്കാരാണോ ഒന്നുമില്ല. അതാ എക്സാക്ട്ലി. പിന്നെ ഈ മുകളിലോട്ടേക്കൊക്കെ എന്താണെങ്കിലും നമ്മൾ നടന്നേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എക്സ്ട്രാ കുറേ കാശ് കൊടുത്തിട്ട് വേറെ ഒരു പോർട്ടറിനെ വെക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ നടക്കേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ഓക്സിജൻ ടാങ്ക് നമ്മൾ തന്നെ ക്യാരി ചെയ്യണം, ഇത് വേറെ ഒരാൾക്ക് ക്യാരി ചെയ്യാം. കാരണം റോപ്സിലൊക്കെ ഒറ്റൊരാൾക്ക് പോകാൻ പറ്റുള്ളൂ മുകളിലോട്ട്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടില് എത്തിയപ്പോഴുള്ള, നാട്ടിലല്ല ഖത്തറിലേക്കാണോ തിരിച്ചു വന്നത്? ഖത്തറിലേക്ക് തന്നെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എല്ലാവരുടെയും വെൽക്കമിങ് ബാക്ക്? ഇപ്പോൾ ഫാമിലിയിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയും. ഇപ്പോൾ ആർക്കും ഒന്നും രജിസ്റ്റർ ആവുന്നില്ല. എവറസ്റ്റിലേക്ക് എത്തിയത് കാരണം ആർക്കും ഞാൻ പോയത് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാവരും വിചാരിച്ച ബേസ് ക്യാമ്പ് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി ഇപ്പോഴും ചോദിച്ചാലോ അവർ പറയും, ലൈക്ക് ആരോ അവരുടെ അടുത്ത് ചോദിച്ചു ആർ യു പ്രൗഡ് യുവർ ഡോട്ടർ ഡിഡ് ദിസ്? അപ്പോൾ പറഞ്ഞ് ആക്ച്വലി അതിനേക്കാളൊക്കെ നമ്മൾ ഓവർ ഷാഡോ ചെയ്തത് അന്നേരമുള്ള ഫിയർ ആയിരുന്നു. സോ ആ ഒരു ഹാപ്പിനെസ് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. മോൾ എന്ത് പറഞ്ഞു? അപ്പോൾ
ഓക്കെയാണ്. അവളെ ഇതാണ്, അവൾക്ക് കിളിമഞ്ചാരോ ചെയ്യണമെന്ന് പറഞ്ഞു. അതന്നെ. So did you feel that hug? മോക്ക് കൊടുത്ത ഫസ്റ്റ് ഹഗ് ആ, yeah, അങ്ങനെ yeah. അറിഞ്ഞ ഹഗ് ഷമീലിനായാലും ഷെമില ഞാൻ തിരിച്ച് കാത്മണ്ഡുവിലേക്ക് ഹെലികോപ്റ്ററിൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഷെമിൽ വാസ് ദേർ. അങ്ങനെ ബിഫോർ വി എൻഡ് അപ്പ് ബിഫോർ വി ഹാവ് ഷമീൽ ഒരു പോസ്റ്റിൽ ഐ ഹവ് റെഡ്, അപ്പോൾ നമ്മളെല്ലാം നല്ല കാര്യങ്ങളാണല്ലോ കേൾക്കുന്നത്. സോ ഇൻ വൺ ഓഫ് ദ പോസ്റ്റ് സഫ്രീന ഇട്ടത് ഐ ഹവ് റെഡ് അബൌട്ട് യു റൈറ്റിംഗ് അബൌട്ട് ഡിപ്രഷൻ. അതായത് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ചില ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീട് മെസ്സി ആയിരിക്കും, പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ ഞാൻ ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിക്കും. അപ്പം അത് എപ്പോഴാണ്, വെൻ ഡിഡ് യു റിയലൈസ് ദാറ്റ് യു ഹാഡ് an episode of depression? സോ ഡിപ്രഷൻ ആയിരുന്നില്ല ആക്ച്വലി. പക്ഷേ ഐ വാസ് ഗോയിങ് ത്രൂ മെൻ്റൽ ബ്രേക്ക് ഡൗൺ. ഒരു റീസണും ഉണ്ടായിരുന്നില്ല, ഒരു റീസണും ഇല്ലാതെ ലൈക്ക് രാവിലെ എപ്പോഴും എഴുന്നേൽക്കുമ്പം ഐ ഫീൽ ലൈക്ക് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, ഫുൾ ഇതായിട്ടായിരിക്കും, പ്ലാൻസ് ആയിട്ടായിരിക്കും എഴുന്നേക്കാൻ. പക്ഷേ ഒന്നും നടക്കില്ല, അവിടെ കിടന്നടുത്ത് തന്നെ ഉണ്ടാവും ആ ദിവസം ഫുള്ള്. കാരണം ഞാൻ ജോലിക്ക് പോകുന്നില്ല, അപ്പം ഐ ഹാവ് ദ ഫ്രീഡം ടു ലൈ ഡൗൺ. അപ്പോൾ കിടന്നടുത്ത് തന്നെയാണ്, ബെഡിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഏത് ടൈമിലായിരുന്നു? എല്ലാ ടൈമിലും ആക്ച്വലി കുറെ കാലം, അതായത് കോവിഡ് മുതലാണ് ഞാൻ ജോലി ഈ തീരുമാനവും ഒക്കെ ചെയ്യുന്ന സമയത്തും യു ഹാഡ് ദിസ് ഫീലിംഗ് ഇൻ യു. എന്നിട്ട് ഇതിന് ആകെ ഷമീൽ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് എന്നെ ജിമ്മിൽ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ട്രെയിനിങ് നടക്കുന്നത്. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണ് സഫ്രീന. കാരണം നമ്മൾ എന്താ ചിന്തിക്കുക, ഓ മാഷാഅല്ലാഹ് സോ ഫോക്കസ്ഡ്, സോ പ്ലാൻഡ്, എന്നിട്ട് അതൊക്കെ എല്ലാ ഗോൾസും ടിക്ക് മാർക്ക് ചെയ്ത് പോകുന്ന ഒരാൾ. ഷീ ഈസ് ഡൂയിങ് മൗണ്ടൻസ് ഓൺ പാരലൽ. ഇല്ല, എല്ലാ ദിവസവും ഇറ്റ്സ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് എന്താ പറയുക, സെൽഫ് ഡൗട്ട്, ഇതൊക്കെ എനിക്ക് ഭയങ്കര കൂടുതലാണ്. പിന്നെ തീരെ എന്താ പറയുക, കോൺഫിഡൻസ് ഇല്ല, സോഷ്യൽ ആങ്സൈറ്റി, ഇതൊക്കെ സ്കൈ ഹൈ. ഒരാൾ ഫോൺ വിളിച്ചാലും ഞാൻ ആൻസർ ചെയ്യൂല, പാനിക്. അയാൾ എന്തിനായിരിക്കും വിളിക്കുന്നത്, ഞാനിപ്പോൾ എന്താ പറയാനുള്ളത്, എനിക്കൊന്നും പറയാനില്ല. മീൻ ഭയങ്കര മോശം സ്ഥിതിയിലായിരുന്നു ആക്ച്വലി. എവറസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴും അതായത് എവറസ്റ്റ് ഞാൻ 2025 പോയത്. 2024 ജൂലൈയിലാണ് ഞാൻ ഫൈനലി ഐ വെന്റ് ടു എ ഡോക്ടർ ആൻഡ് ഐ ടോൾഡ് ലുക്ക് എനിക്ക് I want to do it normal. Yeah, I want to do a lot of things. I'm going to sign up for Everest, പക്ഷേ I'm not able to put my full effort. കാരണം ഞാൻ ഇപ്പോഴും കിടന്നടുത്താണുള്ളത്. If this goes on, it can be dangerous for me. ഞാൻ എവറസ്റ്റ് പോവുകയും ചെയ്യും, പക്ഷേ അതിനുള്ള എഫേർട്ട് ഇടുകയും ചെയ്യൂല. കാരണം അത് ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്. അപ്പോൾ അങ്ങനെ ഹീ ലൈക്ക് കുറേ കൗൺസിലിങ്ങും കുറേ മെഡിക്കേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. സോ എൻ്റെ പ്രോബ്ലം വാസ് എന്താ പറയുക, മൈ ബ്രെയിൻ ഇസ് കോൺസ്റ്റൻ്റ്ലി അണ്ടർ എന്താ പറയുക തോട്ട്സ്, ഫുൾ തോട്ട്സ് ആണ്. അതും ഇറ്റ്സ് ലൈക്ക് സ്പീഡിങ് തോട്ട്സ്. ഇഫ് യു ആസ്ക് മീ വാട്ട് ഐ എം തിങ്കിങ് റൈറ്റ് നൗ, ഐ കനോട്ട് ടെൽ യു, ബട്ട് എൻ്റെ ബ്രെയിൻ ഇസ് ലൈക്ക് too many thoughts at the same time. Process ചെയ്യാൻ ചിലപ്പോൾ ബോഡിക്ക് കഴിയുന്നുണ്ട് ഇല്ല, and that's why I'm like always on the bed. So he gave me a medicine to calm my brain. And suddenly ഇപ്പോൾ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കുന്നു, ഞാൻ എന്താ വിചാരിക്കുന്നത് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് അതുവരെ എനിക്ക് കുക്ക് ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാൻ പോകും, പക്ഷെ കുക്കിംഗ് നടക്കില്ല. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കും, എടുത്ത് കളയും. ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെയിലി പ്രശ്നം. ആണ്, കാരണം ഞങ്ങള് ചിലപ്പം നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യും. ഇങ്ങനത്തെ അവസ്ഥ ഞാൻ മടിച്ചാണ്. അത് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറയും, ഉമ്മ പറയും, നിങ്ങൾക്ക് മടിയാണ്, രാവിലെ തന്നെ എഴുന്നേക്കണം, എന്നിട്ട് അത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് സ്വബേസ്കരിക്കണം, എന്നാൽ പിന്നെ എന്താ പറയുക ഡേ ഫുൾ ശരിയാവും. അതൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ എന്നാലും ഇതന്നെ I think ഇതൊക്കെ ശരിക്കും ആക്ച്വലി it's a brave attempt that you wrote about that, and I'm asking you about that today. കാരണം നമ്മളായാലും നമ്മളെ മക്കളായാലും നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണുമ്പം നമുക്കതൊരു ടാബു ആണല്ലോ. മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് പറയാം, അങ്ങനെ ഇല്ലല്ലോ. പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ വി ഗോ ഫോർ ഇറ്റ്, ട്രീറ്റ്മെന്റിന് പോകും. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഇതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ഇതൊക്കെ കൂടെയാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ
ലൈക്ക് എൻ്റെ ഇതിൽ ഞാൻ ശരിക്കും ഡിപ്രസ്ഡ് ആയിരുന്നില്ല, പക്ഷെ ഡിപ്രഷൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് ബിക്കോസ് ഐ വാസ് ഫ്രസ്ട്രേറ്റഡ് ഫ്രം inability to do anything. And like I was questioning myself, am I so lazy? But still I have these high aims I want to achieve. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല, അതിനുള്ള എഫേർട്ട് എനിക്ക് ഇടാനും പറ്റുന്നില്ല. നമ്മൾ തന്നെ ചോദിക്കും എന്താന്ന് ചെയ്താലും തുടങ്ങിയാലും നമ്മൾ തന്നെ ചോദിക്കും നമ്മളെ അടുത്ത്. I know. അപ്പം okay, now let me ask you, has Everest changed you after that? Everest has changed me in the sense I am more confident now. I don't think മുന്നേ എനിക്ക് ഇങ്ങനെ ഇരുന്ന ഒരാളടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ഇറ്റ്സ് മെയ്ഡ് മീ കോൺഫിഡൻറ്റ് ഇൻ സം വേസ്. സ്റ്റിൽ എനിക്ക് ഫോൺ ആൻസർ ചെയ്യാനൊക്കെ പേടിയും മടിയൊക്കെ തന്നെയാണ്. ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നാൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇറ്റ് ഹാസ് ചേഞ്ച് മീ. ബട്ട് ദ പ്രോബ്ലം ഇസ് ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഡോക്ടർ ടു കണ്ടിന്യൂ മൈ ട്രീറ്റ്മെൻറ്റ്. കാരണം ഞാൻ എവറസ്റ്റ് പോകുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചു. അവർ പറഞ്ഞ് ഓൾട്ടിറ്റ്യൂഡിൽ ഈ മെഡിസിൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല, സോ തൽക്കാലം നിർത്തി വെക്കും. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഐ ഹാവ് ടു ഗോ ബാക്ക് ബിക്കോസ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ കിടന്നിടത്ത് തന്നെയാണ്. അപ്പം അത് ശരിയാവും. സോ ഡിഡ് യു പ്ലാൻ എനിത്തിങ് ഫോർ നെക്സ്റ്റ് എവറസ്റ്റ്? ആൻഡ് ഡു യു ഹാവ് ദ പ്രഷർ? ഇപ്പം എവറസ്റ്റ് കഴിഞ്ഞിട്ട് ആൾക്കാർ അടുത്ത് എന്താണെന്ന് ചോദിക്കുക എന്നുള്ളൊരു പ്രഷർ ഉണ്ടോ? ഇതാണ് പ്രശ്നം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ മുന്നേ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ലൊരു കേക്ക് ചെയ്താൽ എല്ലാവരും അഭിപ്രായം പറയും, ഓ നെക്സ്റ്റ് യു ഹാവ് ടു ഡു ദിസ്, നെക്സ്റ്റ് യു ഹാവ് ടു ഡു ദിസ്. അപ്പോൾ ഞാനിപ്പം ആൾക്കാർ പറയുന്ന ആ ഒരു ജനറൽ പാത്വേയിൽ തന്നെ പോവുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ വുഡ് ബി എ റിയലി ഗുഡ് കേക്ക് ആർട്ടിസ്റ്റ് ടീച്ചിങ്ങിലെങ്ങാനായിരിക്കും. ദാറ്റ് വുഡ് ഹാവ് ബീൻ മൈ പാത്ത്. പക്ഷേ ഐ ഡിസൈഡഡ് ദാറ്റ് ഓക്കെ ഐ വോണ്ട് ടു ട്രൈ ഔട്ട് അതർ തിങ്സ്. അങ്ങനെയാണ് ഞാൻ മൗണ്ടനിയറിംഗ്. ഇപ്പോൾ മൗണ്ടനിയറിംഗ് കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് യു ഹാവ് ടു സ്റ്റാർട്ട് എ ട്രെക്കിംഗ് കമ്പനി, യു ഹാവ് ടു ഫിനിഷ് K2, യു ഹാവ് ടു ഡു ദാറ്റ്. അപ്പോൾ I'm still in self-doubt. Should I follow the path that people are telling me to do, or should I find my own path? I think you should find your own. Exactly. You should find your own. I mean, this is the natural course. Safreena's goal and achievements are what I think. So maybe I will do mountains for the fun of it. പക്ഷേ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. I would tell everybody the same. Don't stick to one thing. You can try. Maybe Yes, true. Yeah. എല്ലാവരും കുറെ കേൾക്കുന്ന ഒരു പേരാണ് ഷമീൽ. നമുക്ക് ഷമീൽ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? ഷമീൽ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആയി. തുടങ്ങിയ മുതലേ ഷമീൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. ആരാണ് ഈ ഷമീൽ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പം യു ഹവ് ബീൻ ആൻ അമേസിങ് സപ്പോർട്ട് ഫോർ സഫ്രീന ഫ്രം ത്രൂ ഔട്ട് എവറിത്തിങ്. മൗണ്ട് എവറസ്റ്റ് മാത്രമല്ല, ഈ ഡിപ്രഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോഴും. സോ ആസ് എ ഹസ്ബൻഡ് എങ്ങനെയാണ് ഇത്ര സപ്പോർട്ടീവ് ആയത്? ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ ലവ് ഓർ യു ആർ റേസ്ഡ് ലൈക്ക് ദാറ്റ്? ഐ തിങ്ക് ഇറ്റ്സ് എവറിത്തിങ്. കാരണം നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ടപ്പോൾ തന്നെ വിത്തിൻ 15 minutes or 30 minutes നമുക്ക് മനസ്സിലായി നമ്മുടെ രണ്ടുപേരുടെയും സ്റ്റൈലും തിങ്കിങ്ങും തോട്ട് പ്രോസസ്സും എല്ലാം ഏകദേശം ഒരുപോലെയാണ്. സോ ഈവൻ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അതുവരെ ചെയ്യാതിരുന്ന പല പുതിയ കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. രണ്ടും നമ്മൾ ഒന്നിച്ച് എൻജോയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൗണ്ടനിയറിങ് വന്നപ്പോഴും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം, ഓക്കെ കിളിമഞ്ചാരോ ഒരെണ്ണം തീർക്കുക, നമ്മുടെ അതങ്ങ് കട്ട് ചെയ്യുക, തീർന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇതാക്കിയത്. പക്ഷെ പോയി ഇറങ്ങി വരുമ്പം തന്നെ സഫ്രീന പറഞ്ഞ പോലെ ഇത് കൊള്ളാലോ സാധനം, നമുക്കിനി അടുത്ത സാധനം നോക്കാം, അടുത്ത മൗണ്ടൻ നോക്കാം എന്നുള്ള ഇതിൻ്റെ അകത്തായിരുന്നു വന്നത്. സോ ഐ വാസ് ഓൾസോ റിയലി ഇൻട്രസ്റ്റഡ്. നമ്മൾ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഒന്നിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നത്. പിന്നെ സപ്പോർട്ട് അതുകൊണ്ട് സപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല, കാരണം ഞാനും കൂടെ ചെയ്യാനിരുന്ന ആളാണ്. അപ്പം പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ട് ചെയ്യാന്നുള്ളത് പറയാൻ കാരണം ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനിച്ച കാര്യം, പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇഞ്ചുറി കാരണം യു ആർ നോട്ട് ഏബിൾ ടു ഗോ. അങ്ങനെ സഫ്രീന എന്നെ പോയിക്കോ, യു ഹാവ് ടു ഡു ദാറ്റ്. സഫ്രീന ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പം യു നെവർ സ്റ്റുഡ് ബാക്ക് ഓർ സ്റ്റോപ്ഡ് ഹർ. ഇല്ല നമുക്ക് 2026 ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചില്ല, യു പുഷ്ഡ് ഹർ. അപ്പോൾ അത് എല്ലാവരും കാണിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല ഞാൻ മനസ്സിലാക്കിയുള്ളത്. വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ സഫ്രീനെ കണ്ടിട്ടുണ്ട്, ഷീ അക്നോളജസ് ദാറ്റ്. She beautifully acknowledges the support and care that you're giving. അപ്പോൾ അത് ഭയങ്കര ഒരു മാഷാഅല്ലാ, നിങ്ങൾ അങ്ങനെ തന്നെ you should continue. അല്ല, അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രണ്ടുപേരിൽ ആര് എന്ത് അച്ചീവ് ചെയ്താലും ഒന്നാമത് ഷീ ഓൾസോ റിയലി മോട്ടിവേറ്റ്സ് മീ. എൻ്റെ കാര്യങ്ങളുടെ അകത്ത് ഇപ്പം കരിയറിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം എനിക്ക് പറ്റാവുന്നതിനേക്കാളും മേലെ ഒന്ന് ഡ്രീം ചെയ്തിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ ഓൾസോ മോട്ടിവേറ്റ്സ് മീ. അപ്പം ഈ
ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ആ ഒരു റിയാലിറ്റി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ ഗുഡ് ബൈ പറയുന്ന ഒരു കാര്യമുണ്ടെന്നുള്ളത്. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും സഫീന പറഞ്ഞ മാതിരി ഒരാളും കൂടെ പോകാതിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പൈസ കുറച്ച് ലാഭമായി. പക്ഷെ എന്നാലും ആ ഒരു നമ്മളൊരിക്കലും അതുവരെ ആ ഒരു പോകുന്നതിൻ്റെ 2 മാസം മുന്നെയാണ് നമ്മളിത് ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഓക്കെ വി ആർ ആക്ച്വലി ഗോയിങ് ടു സേ ഗുഡ് ബൈ. അതിൻ്റെ കൂടെ ആ ഫോം വരുന്നു, ബോഡി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഇതായി പോവാം. ബോഡി അത് ഇറ്റ്സ് വെരി കട്ട് ത്രോട്ട്, കാരണം അവർക്ക് അത് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് വെരി കട്ട് ത്രോട്ട്. അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഹിറ്റ് ചെയ്യുന്നത്. ഇനി ചിലപ്പം കാണാൻ പറ്റത്തില്ലായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോ, വി ആക്ച്വലി ടോൾഡ് റിയൽ ഗുഡ് ബൈസ്. അത് ഭയങ്കര പാടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ നമ്മൾ ആക്ച്വലി ശരിക്കും നല്ല ഗുഡ് ബൈസ് പറഞ്ഞായിരുന്നു, ശരിക്കുള്ള ഗുഡ് ബൈസ് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കാരണം വെൻ ഷി കെയിം ബാക്ക് വി റിയലി അപ്രീഷിയേറ്റ് നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ അത്രയും കൂടുതൽ. കാരണം തിരിച്ച് ചിലപ്പം കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു അങ്ങനെ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു റിലേഷനാണ് നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടിയത്. സോ നൗ വി ആർ എൻജോയിങ് ഇറ്റ് മോർ. സോ അതിൻ്റെ ആ ഒരു കാര്യമുണ്ട്. പക്ഷെ ആ സമയത്ത് നല്ല സ്ട്രെസ്ഫുൾ ആയിരുന്നു. പിന്നെ അതുമല്ല പേരൻസ് കൂടെ ഉണ്ട്, മോളും ഉണ്ട്. 2 മാസം ഓൾമോസ്റ്റ് 55 days ഒറ്റയ്ക്ക് നിന്ന് ഇതെല്ലാം മാനേജ് ചെയ്യണം. അപ്പൊ അവരുടെ പേടിയും ഞാൻ തന്നെ അഡ്രസ് ചെയ്യണം. ഇവരെൻ്റെ അടുത്താ ചോദിക്കുന്നത് എന്തായി മറ്റേ ട്രാക്കർ എവിടെ, കാരണം നമുക്ക് ആ കൂടെ കാണുന്നത് ഈ മാപ്പിന്റെ അകത്തുള്ള ഒരു കുത്താണ്, അല്ലാതെ ഇവളുടെ അടുത്ത് മെസ്സേജസോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. സോ വൺ ഷീ ഗോസ് ഫോർ റൊട്ടേഷൻ ആൻഡ് കംസ് ബാക്ക്, ഓക്കെ തിരിച്ചെത്തിയപ്പോഴാണെങ്കിലും നമുക്ക് താഴെ ബേസ് ക്യാമ്പിൽ എത്തിയാൽ മാത്രമേ മെസ്സേജസ് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ആ കൂടെ കാണുന്നത് ഈ ഒരു കുത്താണ്. ഈ കുത്ത് ഒന്ന് സ്പീഡിൽ പോയാലും നമുക്ക് ടെൻഷനാണ്, ഇത് തീരെ അനങ്ങാതിരുന്നാലും ടെൻഷനാണ്, ആരോടും ചോദിക്കാനും പറ്റത്തില്ല. ആ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് റൊട്ടേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുംഭു ഐസ് ഫോൾ ക്യാമ്പ് 1 ബേസ് ക്യാമ്പിലേക്ക് വരുമ്പം ഇവളുടെ ട്രാക്കർ ഒരുമാതിരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എഴുതുന്നതിലായിരുന്നു താഴോട്ട് വന്നത്. അപ്പം ഞാനാകെ ബേജാറായിപ്പോയി. ഞാൻ പറഞ്ഞു ഇത് ഉരുണ്ടുരുണ്ട് വീണുകൊണ്ടിരിക്കുകയാണോ, ആകെ ടെൻഷനായിരുന്നു. തിരിച്ചെത്തി ബേസ് ക്യാമ്പിൽ, ട്രാക്കർ ബേസ് ക്യാമ്പിലുണ്ട്, ഇവളുടെ അടുത്തൊന്നും മെസ്സേജസ് ഒന്നും വരുന്നില്ല. ഞാൻ വിളി, യാതൊരു റെസ്പോൺസും ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞൊരു 2.5 മണിക്കൂറോ 3 മണിക്കൂറോ എങ്ങാനും കഴിഞ്ഞിട്ടാണ് ഇവളെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറേ നേരമല്ലേ ഇവിടെ വന്നിട്ട്. അപ്പോൾ അല്ലല്ല, അതെൻ്റെ കൂടെ വേറൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് എന്തോ സാധനങ്ങൾ താഴോട്ട് വിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അയാളുടെ ബാഗിലായിരുന്നു ട്രാക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ സമ്മിറ്റിൻ്റെ ശേഷം സമ്മിറ്റിൻ്റെ സ്ഥലത്ത് ഇവള് ട്രാക്കർ എത്തി എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ വി വർ ഓൾ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരും, ഇനിയിപ്പോൾ ഇത് അന്നത്തെ മാതിരി വേറെ ആരെങ്കിലും ബാഗിലാണോ ട്രാക്കർ ഉള്ളതെന്നുള്ളത്, ആൻഡ് വി വോണ്ട് ടു നോ വെദർ ഷീസ് ഓക്കെ ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഞാൻ പിന്നെ കമ്പനിയിൽ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അവരെന്നെ കോണ്ടാക്ട് ചെയ്തു. അവർ പറഞ്ഞു സഫ്രീന സബ്മിറ്റ് ചെയ്തു, ഹെൽത്തി ആണ്, കുഴപ്പമൊന്നുമില്ല, ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഷീ വിൽ ബി കമ്മിങ് ഡൗൺ എന്നുള്ളതിൻ്റെ അകത്ത്. പിന്നെ ടെൻഷനായത് മറ്റേ താഴെ ക്യാമ്പ് 4 എത്തിയിട്ട് ലൈക്ക് ഇവൾക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടെന്നും ഈ സ്നോ ബ്ലൈൻഡ്നെസ്സിനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു മെസ്സേജും കൂടെ കിട്ടി. അപ്പോഴായിരുന്നു പിന്നെ ശരിക്കുള്ള പേടിയും. എന്ന് വെച്ചാൽ ഓക്കെ ആ യൂഫോറിയ കഴിഞ്ഞു, ഇനി ആ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ഇനിയിപ്പോൾ സേഫായിട്ടൊന്ന് കിട്ടിയാൽ മതി എന്നുള്ളത്. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ആ കമ്പനി ലൈക്ക് ഇതാണ് നമ്മൾ കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അകത്തുള്ളൊരു വലിയ ഫാക്ടറാണിത്. they should be very cooperative, they should be very communicative to you. കാരണം നമുക്ക് ആസ് എ പേഴ്സൺ ഹു ഇസ് നോട്ട് ഓൺ ദ മൗണ്ടൻ, നമുക്ക് ആകെ കൂടെ ഉള്ള ഒരു കോണ്ടാക്ട് ഇവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ അവർ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പാത്ത് വേ ഓപ്പൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ അത്രയും സ്ട്രെസ്സായി പോകും. സോ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പനി ചൂസ് ചെയ്യുന്നതിൻ്റെ അകത്തുള്ള ഒരു ഫാക്ടറായിട്ട് വന്നിരുന്നത്. അതിൻ്റെ അകത്ത് സേഫ്റ്റി, നമ്മളൊരു കമ്പനി ചൂസ് ചെയ്തപ്പോൾ നമ്മൾ നോക്കിയത് സേഫ്റ്റി ഏറ്റവും ഹയസ്റ്റ് ഉള്ള കമ്പനി ഏതാണ്, അത് എത്രയാണെന്നുള്ളത്, അതാണ് നമ്മുടെ എവറസ്റ്റിന്റെ കോസ്റ്റ്. അല്ലാതെ ആ കമ്പനിയുടെ എക്സാക്ട്ലി പിന്നെ അതിനേക്കാളും താഴെ ഉള്ളൊരു കമ്പനീനെ സെലക്ട് ചെയ്യുമ്പോൾ വി മൈറ്റ് ബി നമ്മൾ ആ ഒരു സേഫ്റ്റീനെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യാം, നമുക്കത് വേണ്ട. അപ്പോൾ ഈ കമ്പനി വഴി പോകുന്നതാണ് നമ്മുടെ എവറസ്റ്റിന്റെ കോസ്റ്റ്, അത്രയും നമ്മൾ വിചാരിച്ചിരുന്നു. സോ അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആയിരുന്നു ഇതിൻ്റെ അകത്ത്.
പിന്നെ കുറേ ടെൻഷൻ അടിച്ചു. പക്ഷേ റിയലി പ്രൗഡ്. All of us are. Yeah. All of us are proud of her. പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രൗഡ്നെസ് ആയിരുന്നു. മോൾക്കും അതെ. കാരണം സഫ്രീന പോകുന്ന സമയത്ത് മിൻഹ അവളുടെ സ്കൂൾ ട്രിപ്പിന് ബെൽജിയം പോയായിരുന്നു. അപ്പം ഞാൻ അവളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സഫ്രീന സബ്മിറ്റ് ചെയ്തത്. അപ്പം ഞാൻ പ്രിൻസിപ്പൾ അടുത്ത് മോളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ മദർ ഇങ്ങനെ ഒരു സംഭവത്തിലാണുള്ളത്. സോ ഷീസ് ആ ഒരു ടെൻഷനിലാണ്. അപ്പം ഇഫ് ഐ ഗെറ്റ് എനി ന്യൂസ് ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പ്രിൻസിപ്പളിനെ മെസ്സേജ് ചെയ്തു, വാട്സാപ്പ് ചെയ്തു. അപ്പോൾ അവർ ജസ്റ്റ് ബോർഡ് ചെയ്യാൻ നിൽക്കുക ഖത്തറിന്ന്. ഐ മീൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് നിൽക്കുക. അവർ എന്നിട്ട് അത് അനൗൺസ് ചെയ്തു ഫുൾ ഫ്ലൈറ്റിൽ. സോ ഷി വാസ് വെരി പ്രൗഡ്, ഷി വാസ് വെരി ഹാപ്പി. അപ്പോൾ അത് അവൾക്കൊരു വലിയ നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ആ കുട്ടി അവിടെ എത്തുന്നവരെ she'll be so tensed അല്ലേ. അപ്പം നല്ലൊരു ടെൻഷൻ അടിയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അൽഹംദുലില്ലാഹ്. സോ പഠിച്ചവരോടും അവളെ സേഫ് ആയിട്ട് തിരിച്ചെത്തിച്ച് അൽഹംദുലില്ലാഹ്. ഓക്കെ, ഈ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കേസാണ് സഫ്രീന ഈ ഡിപ്രഷനെ പറ്റി പറഞ്ഞത്. സോ ഷമീൽ, ആസ് എ ഹസ്ബൻഡ് ഹൗ ഡിഡ് യു ടേക്ക് ഹർ ത്രൂ ദ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആസ് എ ഹസ്ബൻഡ്സ് ലൈക്ക് നമുക്കിപ്പോൾ വൈഫ്സിൻ്റെ മൂഡ് സ്വിങ്സ് ഗോസ് ഫ്രം അപ്പ് ആൻഡ് ഡൗൺ. നമ്മളുടെയൊക്കെ അത് ചില ഹസ്ബൻഡ്സിനൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ നമുക്ക് ഓൾറെഡി നമ്മൾ പീരിയഡ് സൈക്കിളിനനുസരിച്ചിട്ടാണ് നമ്മുടെ മൂഡ്സ് ഒക്കെ വേവ് ചെയ്യാറ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആസ് എൻ അഡ്വൈസ് ലൈക്ക് ഹൗ ഡു യു തിങ്ക് യു ക്യാൻ ബി എ ഗുഡ് സപ്പോർട്ട് ഫോർ യുവർ വൈഫ്? ഇതെനിക്ക് തോന്നുന്നു രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹസ്ബൻഡിനുള്ള അതേ സ്ട്രെസ് എല്ലാം റിലീവ് ചെയ്യുന്നത് വൈഫുമായിട്ടുള്ള കമ്പനിയും അവരോടുള്ള ആ റിലേഷൻഷിപ്പായിരിക്കും. അതേപോലെ തന്നെ our relationship is so good that like നമ്മൾ ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് നമ്മളത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു വലിയ ത്യാഗം ചെയ്യുന്നതൊന്നല്ല. ദിസ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. ഇതല്ലാതെ എവ്രി വൺസ് ലൈഫ് ഇസ് ലൈക്ക് ദിസ്. അപ്പം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം നമ്മളൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി വരുന്നത് പോലെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ കയറുമ്പം ഇതൊക്കെയാണ്, ദിസ് ഈസ് വാട്ട് വി ആർ ഗെറ്റിംഗ് ഇൻ ടു, ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ അത് ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു വലിയ ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു എൻ്റെ അകത്ത്. പിന്നെ വേറെ ഒന്ന്, ഇപ്പം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ആർക്കും വരാം. എൻ്റെ മദർ ഒരു ക്രോണിക് ഡിപ്രഷൻ പേഷ്യൻ്റാണ്. സോ ഐ ഹാവ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം. പിന്നെ ഐ മീൻ ഫാമിലി ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഐ ആം ഓൾസോ മോർ പ്രോൺ ടു ഇറ്റ്. എനിക്കും വരാനുള്ള ചാൻസ് ഉണ്ട് നല്ലോണം. അപ്പം സോ ഇറ്റ്സ് നോട്ട്, നമുക്ക് ആ കൂടെ ഉള്ളത് ഈ ഒരു സോഷ്യൽ ടാബ് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അതാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ശരീരത്തിന് വേറെ എവിടെയും അസുഖം വരുന്നത് പോലെ തന്നെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബ്രെയിൻ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഓർഗൻ വരുന്നൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഗുഡ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ. നമ്മളത് തപ്പി കറക്റ്റ് ആളടുത്ത് പോവാന്നുള്ളത്, അല്ലാതെ നമ്മൾ വെറുതെ ചില ക്വാക്കിൻ്റെ അടുത്തും പിന്നെ കൗൺസിലിങ്ങിൻ്റെ ആൾക്കാരുടെ അടുത്തും ഗെറ്റ് പ്രോപ്പർലി ഡയഗ്നോസ്ഡ്. ആ ഡയഗ്നോസിസ് എന്താണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാതെ നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടും ഇത് ജസ്റ്റ് ഗോ ടു എ സൈക്കാട്രിസ്റ്റ്. നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സർജൻ്റെ അടുത്ത് പോകുന്ന പോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകും. അവർ ചിലപ്പോൾ അവരുടെ കൂടെ ഒരു ടീം ഉണ്ടാവും. ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ജസ്റ്റ് ഗോ ടു ദ റൈറ്റ് പേഴ്സൺ, അത്രേ ഉള്ളൂ. Anyway, wishing all the best, Safrina. I think you can come back. We have Safrina back here. God bless you as a couple. ഇത് അവസാനത്തേക്ക് ഒരു കപ്പിൾ തെറാപ്പി മാറി. മേ ബി ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവട്ടെ. സോ ഐ എം സോ പ്രൗഡ് ഓഫ് ബോത്ത് ഓഫ് യു. ആക്ച്വലി സഫ്രീന ഫിസിക്കൽ എവറസ്റ്റ് കയറി സബ്മിറ്റ് ചെയ്തു. ഷമീൽ ബാക്കിൽ നിന്നിട്ട് മെന്റൽ എവറസ്റ്റ് ഒക്കെ കയറി. നമുക്ക് എല്ലാവർക്കും ഓരോ എവറസ്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഞാൻ അഗെയിൻ എൻ്റെ ഇതൊന്നും ഒരു വ്യത്യാസമില്ല. യു ആർ എൻ അമേസിംഗ് എക്സാമ്പിൾ ടു ഓൾ ഓഫ് us. Keep making us proud again and again. Thank you so much, Safrina. Much love. Thank you.